ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്ലാസ്സാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, PSC എക്സാമുകളിൽ ഇപ്പോൾ റിപ്പീറ്റഡ്ലി ചോദിക്കുന്ന ഒരു പോർഷനാണ് കേരള സാമൂഹിക ക്ഷേമ പദ്ധതികൾ. കേരളത്തിൻ്റെ സ്കീംസ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ചോദ്യമല്ല, 2, 3, 4 ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ചോദിക്കുന്നത്. അപ്പോൾ ഏറ്റവും റീസെൻ്റ് ആയിട്ട് നടന്ന LD ക്ലർക്ക് ട്രിവാൻഡ്രം തന്നെയാണ് നമുക്കതിൻ്റെ ഏറ്റവും റിലവൻ്റ് ആയിട്ടുള്ള എക്സാമ്പിൾ. ബാക്കി എല്ലാ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താലും ഒരുപാട് ചോദ്യങ്ങൾ ആവർത്തിക്കുന്ന ഒരു ഭാഗമായതുകൊണ്ട് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു പോർഷൻ. അതുകൊണ്ട് നമ്മൾ ഇന്ന് ക്ലാസ് എടുക്കുന്നത് കേരളത്തിലെ സാമൂഹിക ക്ഷേമ പദ്ധതികളാണ്. PSC ബുള്ളറ്റിൻ്റെ ഒഫീഷ്യൽ ഡോക്യുമെൻ്റ് ആണ്. നമ്മൾ ഇതും പിന്നെ സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റും അതുകൂടാണ്ട് PSCയുടെ തന്നെ ക്വസ്റ്റ്യൻസും പ്രീവിയസ് ക്വസ്റ്റ്യൻസും ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. കാരണം ക്വസ്റ്റ്യൻസ് ഇതിൽ ഉൾപ്പെടുത്താനായിട്ടുള്ള കാരണം, ഈ ഭാഗം പഠിക്കുമ്പോൾ എനിക്ക് ഏറ്റവും ടഫായിട്ട് തോന്നിയേക്കുന്നത്, പഠിക്കുമ്പോൾ അത്രയും കുഴപ്പമായിട്ട് തോന്നുന്നില്ല, പക്ഷേ നമുക്ക് ഓപ്ഷൻസ് കാണുമ്പോൾ എല്ലാം ഒരുപോലെ തോന്നും. ആശാകിരണം, അതുപോലെ തന്നെ ആശ്വാസകിരണം, ആശ്വാസ്, ആരോഗ്യകിരണം, ഇങ്ങനെ സിമിലർ ആയിട്ടുള്ള ഒരുപാട് വാക്കുകളുണ്ട്. ഇപ്പോൾ വയോജനങ്ങളുടെ പദ്ധതി ആണെങ്കിൽ തന്നെ വയോരക്ഷ, വയോമിത്രം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വയോമധുരം. അപ്പോൾ സിമിലർ ആയിട്ടുള്ള ഒരുപാട് പേരുകൾ വരുന്നത് കൊണ്ട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യലും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ആദ്യമേ തന്നെ പറയുന്നു, ഇത് മേ ബി അത്യാവശ്യം ലെങ്ത് ഉള്ള ഒരു വീഡിയോ ആയിരിക്കാം. അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുമ്പോൾ ചോദ്യങ്ങൾ അത്ര അധികം ആവർത്തിക്കുന്നത് കൊണ്ടും പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവണം എന്നുള്ളത് കൊണ്ടുമാണ് കുറച്ച് ടൈം എടുത്തിട്ട് നമ്മൾ ഈ ക്ലാസ് എടുക്കുന്നത്. മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഷുവർ നിങ്ങൾക്ക് മാർക്ക് ലഭിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പിന്നെ പഠിക്കുന്ന എക്സാമിൻ്റെ ലെവൽ അനുസരിച്ചിട്ട് പ്രിപ്പറേഷൻ ആ രീതിയിലും സെറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. അതായത് 10th ലെവൽ 12th ലെവൽ എക്സാമുകൾക്ക് ഒരുപാട് ടഫായിട്ടുള്ള ചോദ്യങ്ങൾ ഈ ഭാഗത്ത് നിന്ന് ചോദിക്കാറില്ല. ജസ്റ്റ് ആ പദ്ധതിയുടെ പേര് എന്തിനാണ് സൂചിപ്പിക്കുന്നത് എന്ന്, അല്ലെങ്കിൽ മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ആ രീതിയിലും, അല്ലെങ്കിൽ തന്നെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് എലിമിനേഷനൊക്കെ യൂസ് ചെയ്തിട്ട്, ഇമ്പോർട്ടൻ്റ് ആണ് എലിമിനേഷൻ യൂസ് ചെയ്തിട്ട് നമുക്കറിയാവുന്ന ഫാക്ട്സ് എന്ന ആൻസറിലോട്ട് എത്താനായിട്ട് അത്ര ബുദ്ധിമുട്ട് വരുന്നില്ല 10th ലെവൽ 12th ലെവൽ എക്സാമുകൾക്ക്. നേരെ മറിച്ച് ഡിഗ്രി ലെവൽ എക്സാമിനാണെങ്കിൽ വളരെയധികം ആഴത്തിൽ തന്നെ, അതായത് ഇപ്പോൾ ഒരു സ്കീമിനെ കുറിച്ചിട്ട് തന്നെ എത്ര ഇപ്പോൾ ഒരു ഇൻഷുറൻസ് പദ്ധതി ആണെങ്കിൽ എത്രയാണ് എമൗണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഇത് വകുപ്പാണ്, അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഭയങ്കര ടഫായിട്ട് ട്വിസ്റ്റ് ചെയ്യുന്ന രീതിയിൽ കൂടുതലും ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഡിഗ്രി ലെവൽ എക്സാമിന് ആണ്. അപ്പോൾ ഈ ഒരു കാര്യം കൂടെ നിങ്ങളുടെ പഠനത്തിൽ പഠിക്കുമ്പോൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന എക്സാമിൻ്റെ ലെവലും കൂടെ മനസ്സിലുണ്ടാവുന്നത് നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ ചെറിയ ചെറിയ കണക്ഷൻസ് വെച്ച് ആണ് നമ്മളിന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കുന്നത്. ഇതിലും അടിപൊളിയായിട്ടുള്ള കണക്ഷൻസ് നിങ്ങൾക്ക് അറിയാമായിരിക്കും. അങ്ങനെ അറിയെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പം നമുക്ക് സമയം ഒട്ടും കളയേണ്ട, വേഗം വീഡിയോയിലോട്ട് കിടക്കാം. ഐ എം അലീഷ ആൻഡ് വെൽക്കം ടു അലീസേസ് ബൈ അലീഷ. നമുക്ക് തുടങ്ങാം. അപ്പം ഈ ഒരു PDF തന്നെ അത്യാവശ്യം കുറേ സ്കീംസിനെ പറ്റി പറയുന്നുണ്ട്. അപ്പം നമ്മൾ കണ്ടിന്യൂസ് ഇത് പഠിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇച്ചിരി ബോറിംഗ് ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ കുറച്ച് PDF നോക്കും, പിന്നെ സെക്യൂരിറ്റി മിഷൻ്റെ വെബ്സൈറ്റ് നോക്കും, പിന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ്, അങ്ങനെ ഒരു ഓൾട്ടർനേറ്റ് ആയിട്ട് നമുക്ക് പോകാം. അല്ലെങ്കിൽ ചിലപ്പോൾ കുറച്ച് ബോറിംഗ് ആയിട്ടും പഠിക്കുമ്പോൾ ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻസും വരാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. ഫസ്റ്റത്തെ അഭയ, ആദ്യത്തെ നമ്മൾ പഠിക്കാൻ പോകുന്ന സ്കീമിൻ്റെ പേരെന്താണ്? അഭയ. അപ്പോൾ അഭയയും അഭയ കിരണും ഉണ്ടെന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ പാടില്ല. അപ്പോൾ ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, അഭയ എന്ന് പറയുമ്പോൾ ഒരു സിംഗിൾ പേരാണ്. അത് ആർക്ക് വേണമെങ്കിൽ അപ്ലിക്കബിൾ ആണ്. അതായത് നിർധനരായ രോഗികൾക്ക് ഉച്ചഭക്ഷണം നൽകുന്ന പദ്ധതിയാണ്. അവിടെ സ്ത്രീ പുരുഷ വ്യത്യാസമൊന്നുമില്ല. നിർധനരായ രോഗികൾക്കാണ് അഭയ എന്ന് പറയുന്ന ഒരു സ്കീം. അഭയ കിരണം എന്ന് പറയുമ്പോൾ ആർക്കാണ്? വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്കീമുകളിൽ ഒന്നാണ് അഭയകിരണം. അഗതികളായ വിധവകളെ സംരക്ഷിക്കുന്നവർക്ക് പ്രതിമാസം 1000 രൂപ ധനസഹായം നൽകുന്ന പദ്ധതിയാണിത്. അപ്പോൾ അഭയകിരണം എന്ന് പറയുമ്പോൾ അഗതികളായ വിധവകളെ സംരക്ഷിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണല്ലോ. കിരൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പുള്ളി ഉണ്ടായിരുന്നു, ഹസ്ബൻഡ് ഉണ്ടായിരുന്നു, പുള്ളിക്കാരൻ മരിച്ചുപോയി. അങ്ങനെ അഭയ എന്തായിട്ട് മാറി? വിധവയായിട്ട് മാറി. അങ്ങനെയുള്ളവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളവർക്കാണ് അഭയകിരണം. അഭയയും അഭയകിരണവും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോരുത്. അഭയ എന്തിനുള്ള പദ്ധതിയാണ്? നിർധനരായ രോഗികൾക്ക് ഉച്ചഭക്ഷണം നൽകുന്ന പദ്ധതിയാണ് എന്ത്? അഭയ. തിരഞ്ഞെടുത്ത സർക്കാർ ആശുപത്രികൾ വഴിയാണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത്. അഭയകിരണം എന്ന് കാണുമ്പോൾ കിരൺ എന്ന് പറഞ്ഞിട്ടൊരു പയ്യൻ്റെ മുഖം നമ്മുടെ മനസ്സിൽ വരിക. മരിച്ചു പോയപ്പോൾ ഭാര്യ വിധവയായി. അങ്ങനെയുള്ള അഗതികളായ വിധവകളെ സംരക്ഷിക്കുന്നവർക്ക് പ്രതിമാസം എത്ര രൂപയാണ്? 1000 രൂപ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് അഭയകിരണം. ആദ്യഘട്ടമായി 200 പേർക്ക് സഹായം നൽകും. 50 വയസ്സിന് മുകളിലുള്ള വിധവകളെയാണ് ഇതിന് പരിഗണിക്കുന്നത്. അതും ഇമ്പോർട്ടൻ്റ് ആണ്. ഏറ്റവും ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഈ ബുള്ളറ്റിനിൽ കൊടുത്തിട്ടുള്ളത് നമ്മൾ ഏത് എക്സാമിന് പോകുമ്പോൾ
പോകുമ്പോഴേക്കും പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ 50 വയസ്സിന് മേലുള്ള വിധവകൾക്കാണ് എന്ത്, അഭയകിരണം. അപ്പോൾ അഭയും അഭയകിരണം മാറിപ്പോവരുത്, ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്തതും സിമിലർ ആയിട്ടുള്ള 2 പദ്ധതികളാണ് അന്നപ്രദായിനിയും അന്നദായിനിയും. രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്, ഏകദേശം സിമിലർ ആണ്, പക്ഷേ ചെറിയ വ്യത്യാസമാണുള്ളത്. അന്നപ്രദായിനി അന്നദായിനി സിമിലർ ആണെന്ന് പറയാൻ കാരണം എന്താണ്? അന്ന എന്നുള്ളത് പറയുമ്പോൾ എന്തായിരിക്കും? അന്നം എന്ന് പറയുന്നത് ഫുഡുമായിട്ട് റിലേറ്റ് ചെയ്തതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പം അന്നപ്രദായിനിയിലോട്ട് വരുമ്പോൾ അട്ടപ്പാടി, ആ ഒരു ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അട്ടപ്പാടി സംയോജിത ശിശു വികസന പദ്ധതിയിലെ 175 അംഗനവാടികളിൽ, ഓക്കെ, അട്ടപ്പാടി സംയോജിത ശിശു വികസന പദ്ധതിയിലെ അംഗനവാടികളിലാണ് 2013 മുതലാണ് ഈ ഒരു ഉച്ചഭക്ഷണ പരിപാടി നടപ്പിലാക്കുന്നത്. കുടുംബശ്രീ മിഷൻ വഴിയാണെന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ അതാണ് അന്നപ്രദായിനി. അട്ടപ്പാടി, ഇവിടെ ഒരു 2 പാ ഉണ്ടല്ലോ, അപ്പോൾ ആ ഒരു പായും പ്രദായിനി വരുമ്പോൾ അട്ടപ്പാടിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അവിടുത്തെ അംഗനവാടികളിൽ നടത്തുന്ന ഉച്ചഭക്ഷണ പരിപാടിയാണെന്നുള്ളത് ആലോചിക്കുക. അപ്പോൾ നമ്മൾ രോഗികളുടെ ഉച്ചഭക്ഷണ പരിപാടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിൻ്റെ പേരെന്തായിരുന്നു? അഭയ ആണ്. അപ്പോൾ റീകളക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, കുടുംബശ്രീ മിഷൻ വഴിയാണ് അന്നപ്രദായിനി നടപ്പിലാക്കുന്നത്. ഇനി അന്നദായിനി എന്താണ്? കേരള സാമൂഹിക മിഷന്റെ ആഭിമുഖ്യത്തിൽ ആദിവാസി വിഭാഗങ്ങൾക്ക്, അപ്പോൾ ഇതാർക്കാണ്? ആദിവാസി വിഭാഗങ്ങൾക്ക് പോഷകാഹാരം നൽകുന്ന പദ്ധതിയാണ് അന്നദായിനി. ഇപ്പോൾ രണ്ടും അന്ന എന്ന് പറയുമ്പോൾ ഫുഡുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അന്നപ്രദായിനി അട്ടപ്പാടിയിലെ അംഗനവാടികളിലാണ് ഉച്ചഭക്ഷണ പരിപാടിയാണ് അന്നദായിനി. എല്ലാ ആദിവാസി വിഭാഗങ്ങൾക്കും പോഷകാഹാരം നൽകുന്ന കേരള സാമൂഹിക മിഷന്റെ പദ്ധതിയാണ്. ഈ കുടുംബശ്രീ മിഷന്റെ പദ്ധതിയൊക്കെ എടുത്തെടുത്ത് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ അത് നോക്കി. ഇനി എന്താണ് അനുയാത്ര? അടുത്ത സ്കീം നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്? അനുയാത്ര. ഭിന്നശേഷി സൗഹൃദ സംസ്ഥാനമായി കേരളത്തെ മാറ്റാനുള്ള പദ്ധതിയാണ് എന്ത്? അനുയാത്ര. നമുക്കറിയാം, ഈ ഭിന്നശേഷിക്കാരെന്ന് പറയുമ്പോൾ കണ്ണ് കാണാത്തവരായിരിക്കാം, അല്ലെങ്കിൽ വീൽ ചെയറിൽ സഞ്ചരിക്കുന്നവരായിരിക്കാം. അവർക്കൊക്കെ നമ്മളിപ്പോൾ സാധാരണ മനുഷ്യന്മാർ നടക്കണ പോലെ അവർക്ക് പറ്റില്ല. അവർക്ക് അതിൻ്റേതായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്താൽ മാത്രമാണ് അവർക്കും കൂടെ യാത്ര ചെയ്യാനും അതുപോലെ തന്നെ അവരുടെ വിദ്യാഭ്യാസത്തിനും അവരുടെ കമ്മ്യൂണിക്കേഷനും അവരുടെ എല്ലാത്തും ഇമ്പ്രൂവ് ആവണമെങ്കിൽ എന്ത് വേണം? അവരുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾക്കും അതിനനുസരിച്ചുള്ള മാറ്റം വരണം. നമുക്കറിയാം, നമ്മൾ ഈ ഫുട്പാത്തിലൊക്കെ നോക്കുകയാണെങ്കിൽ ബ്ലൈൻഡ് ആയവർക്ക് വേണ്ടിയിട്ട്, കാരണം അവർക്ക് വടി ഇങ്ങനെ കുത്തിപ്പിടിച്ച് നടക്കാൻ വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ബ്ലൈൻഡ് വോക്കവേ ഉണ്ട് അല്ലേ, നമ്മൾ ഫുട്പാത്തിലൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അത് ഇംപ്ലിമെൻറ്റ് ചെയ്താൽ മാത്രമാണ് അങ്ങനെ ബ്ലൈൻഡ് ആയിട്ടുള്ള ആൾക്കാർക്കും സാധാരണ റോഡിൽ കൂടെ സഞ്ചരിക്കാനായിട്ട് പറ്റുള്ളൂ. അതുപോലെ വീൽ ചെയർ ഫ്രണ്ട്ലി ആയിട്ടുള്ള, വീൽ ചെയറും ഒക്കെ ഓടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഫുട്പാത്ത്, അങ്ങനെ അവരെയും കൂടെ ഭിന്നശേഷിക്കാരും കൂടെ കൺസിഡർ ചെയ്തിട്ട് അവർക്ക് ആവശ്യമുള്ള രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ വരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് ഏത്? ഭിന്നശേഷി സൗഹൃദ സംസ്ഥാനമായി കേരളത്തെ മാറ്റാനുള്ള പദ്ധതിയാണ് അനുയാത്ര. ഭാഗത്ത് നമ്മൾ പറഞ്ഞ പോലെ റിവിഷൻ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യലാണ് ഏറ്റവും അധികം ഇമ്പോർട്ടൻറ്റ്. വെറുതെ സ്കീംസ് പഠിച്ചു പോയി കഴിഞ്ഞാൽ മറക്കും. ഓക്കെ, ഓപ്ഷൻസ് കാണുമ്പോൾ കൺഫ്യൂഷൻ വരും. അടുത്തത് അമ്മത്തൊട്ടിൽ. അമ്മത്തൊട്ടിൽ ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷേ കുറച്ച് ഈസിയാണ് പഠിക്കാൻ വേണ്ടിയിട്ട്. ആ പേരിൽ തന്നെ ഉണ്ട് അല്ലേ? അനാഥരായ നവജാത ശിശുക്കളെ ഏറ്റെടുക്കാൻ സാമൂഹിക ക്ഷേമ വകുപ്പ്. അപ്പോൾ ഇത് വകുപ്പാണെന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. സാമൂഹിക ക്ഷേമ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഇത് അമ്മത്തൊട്ടിൽ. അനാഥരായ നവജാത ശിശുക്കളെ, അതിന് വേറെ എക്സ്പ്ലനേഷൻ്റെ ഒന്നും ആവശ്യമില്ല, പേരിൽ തന്നെയുണ്ട് അല്ലേ? അടുത്തത് നോക്കാം, അമൃതം ആരോഗ്യം. അപ്പം ഇങ്ങനെ ഈ അമൃതം ആരോഗ്യം, ആരോഗ്യകിരണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ചധികം പേരുകളുള്ളതുകൊണ്ട് ശ്രദ്ധിച്ച് പഠിക്കേണ്ട ഒരു സ്കീമാണ് അമൃതം ആരോഗ്യം. എന്താണ്? ജീവിതശൈലി രോഗങ്ങൾക്ക് സൗജന്യ രോഗനിർണയവും ചികിത്സയും ഉറപ്പുവരുത്തുന്നതിനുള്ള പദ്ധതിയാണ് ഇത് അമൃതം ആരോഗ്യം. ജീവിതശൈലി രോഗങ്ങൾക്ക് രോഗനിർണയം, ഇപ്പം ഇമ്പോർട്ടൻ്റ് ആണ് രോഗനിർണയം. അമൃതം ആരോഗ്യം. 30 മേൽ പ്രായമുള്ളവരാണ് ഈ ഒരു പദ്ധതി അനുസരിച്ചിട്ട് സ്ക്രീനിങ്ങിന് വിധേയമാവുന്നത്. 30 വയസ്സിന് മേൽ പ്രായമുള്ളവരാണ്. ഓക്കെ, അമൃതം ആരോഗ്യം. അപ്പം നമ്മൾ നേരത്തെ ഒരു 50 വയസ്സിന് മുകളിൽ വിധവകൾക്ക് അങ്ങനൊരു സ്കീമിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേതാണ്? അഭയ കിരണം പദ്ധതിയാണ്. അപ്പോൾ ആലോചിച്ച് വയ്ക്കുക. ഓക്കെ, ഇനി അടുത്തത് അതുല്യം പദ്ധതി. സംസ്ഥാന സാക്ഷരതാ മിഷന്റെ നേതൃത്വത്തിൽ എല്ലാ പഞ്ചായത്തിലും നടപ്പാക്കുന്ന സാക്ഷരതാ പദ്ധതിയാണ് അതുല്യം. അപ്പോൾ നമ്മളെപ്പോഴും പ്രതിഭകളൊക്കെ അതുല്യ പ്രതിഭ എന്നുള്ള വാക്കാണ് പറയുക, അല്ലാണ്ട് അമൃത പ്രതിഭ, ആരോഗ്യ പ്രതിഭ, ആർദ്ര പ്രതിഭ എന്നല്ലല്ലോ പറയുക. അതുല്യ പ്രതിഭകൾ എന്നാണ് ആ ഒരു വാക്ക് നമ്മളെപ്പോഴും പറയുക. അപ്പോൾ അതുമായിട്ട് കണക്ട് ചെയ്യുക. സാക്ഷരതാ മിഷന്റെ നേതൃത്വത്തിൽ എല്ലാ പഞ്ചായത്തിലും നടപ്പിലാക്കുന്ന സാക്ഷരതാ പദ്ധതിയാണ് എന്ത്? അതുല്യം. ഓക്കെ, അടുത്തത് ആർദ്രം. വളരെയധികം
വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണെന്ന് ഞാൻ പറയാണ്ട് നിങ്ങൾക്കറിയാം. ആർദ്രം മികച്ച ചികിത്സാ സൗകര്യങ്ങൾ മിതമായ നിരപ്പിൽ ലഭ്യമാക്കുന്നതിനുള്ള ജനസൗഹൃദ സർക്കാർ ആശുപത്രികൾ സജ്ജമാക്കുന്ന പദ്ധതിയാണ് ആർദ്രം പദ്ധതി. അപ്പോൾ നവകേരള മിഷൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒരുപാട് പദ്ധതികളുണ്ട് അല്ലേ. അതിനകത്ത് വരുന്നതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ആർദ്രം. ആർദ്രം ഈ ഒരൊറ്റ ലൈൻ പഠിച്ചാൽ പോരാ. അപ്പോൾ നിങ്ങൾ തന്നെ സ്വയം പഠിക്കുക. ആർദ്രം ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുക. ആർദ്രത്തിൻ്റെ അകത്ത് അവരുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ മുന്നേയും എക്സാമിന് ചോദിച്ചിട്ടുള്ളത് കൊണ്ട് നവകേരള മിഷൻ അതിൻ്റെ അകത്ത് വരുന്ന ഹരിത കേരളം, ആർദ്രം, അതുപോലുള്ള മിഷൻ, ലൈഫ് മിഷനൊക്കെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മൾ ഈ ക്ലാസ്സിൽ അത് കവർ ചെയ്യുന്നില്ല. അത് സ്വന്തമായിട്ട് പഠിക്കുക, പ്രിപ്പയർ ചെയ്യാണ്ട് പോകരുത് കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ആർദ്രം ജനസൗഹൃദ സർക്കാർ ആശുപത്രികൾ സജ്ജമാക്കുന്ന പദ്ധതിയാണ് ഒറ്റ ലൈനിൽ ആർദ്രം എന്ന് പറയുന്ന പദ്ധതി. ഓക്കെ, അടുത്തത് ആയുർദളം. ആയുർദളം ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാറുണ്ട്. എയ്ഡ്സ് ബോധവൽക്കരണത്തിന് വേണ്ടി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ആയുർദളം. ആയുർദളം എന്തിനാണ്? എയ്ഡ്സ് ബോധവൽക്കരണത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ബയോളജിയുടെ ഭാഗമായിട്ട്, ജീവശാസ്ത്രത്തിൻ്റെ ഭാഗമായിട്ടും അവിടെയും ആരോഗ്യ പദ്ധതികൾ, ആരോഗ്യ പദ്ധതികൾ അവിടെ ചോദിക്കാറുണ്ട്. അവിടെ നിന്നും ഈ ഒരു ചോദ്യം റിപ്പീറ്റഡ്ലി ചോദിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യം ഇത്. എയ്ഡ്സ് ആയുർദളം, എയ്ഡ്സ് ബോധവൽക്കരണത്തിന് വേണ്ടിയിട്ട് ആരംഭിച്ച പദ്ധതി എന്താണ്? ആയുർദളം. ഒരു എയ്ഡ്സും ആയുർദളം എന്തോ ഒരു സിമിലാരിറ്റി ഉണ്ട്, അങ്ങനെ നോക്കുക. ഇനി ആലില പദ്ധതി. സംസ്ഥാന സർക്കാരിൻ്റെ പങ്കാളിത്ത പരിസ്ഥിതി പരിപാലന പദ്ധതിയുടെ ഭാഗമായി സഹകരണ വകുപ്പ് ആവിഷ്കരിച്ചു. ആരാണ് ആലില പദ്ധതി? സഹകരണ വകുപ്പിൻ്റെ നേതൃത്വത്തിലാണ് നടപ്പിലാക്കുന്നത്. വൃക്ഷത്തൈകൾ നട്ട് പരിപാലിക്കുന്നതിനുള്ള പദ്ധതിയാണ് ആലില. ആലില എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതൊരു മരമാണ്. അതുകൊണ്ട് തന്നെ വൃക്ഷത്തൈകൾ, ആലില എന്ന് പറയുമ്പോൾ മരത്തിൻ്റെ ഇലയാണ്. വൃക്ഷത്തൈകൾ നട്ട് പരിപാലിക്കുന്നതിനുള്ളതാണ് ആലില പദ്ധതി. ആ പേരിൽ തന്നെയുണ്ടല്ലേ. അപ്പോൾ അത് ആലോചിച്ച് വയ്ക്കുക. ഇനി ആശാഭവൻ. ആശാഭവനും മുൻവർഷ ചോദ്യമാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. മനോരോഗ ചികിത്സയ്ക്കു ശേഷം ഏറ്റെടുക്കാൻ ആളില്ലാത്തവരെ സംരക്ഷിക്കുന്നതിനുള്ള സ്ഥാപനമാണ് ആശാഭവൻ. അപ്പോൾ ആശാഭവൻ്റെ ഓപ്ഷനായിട്ട് ഇങ്ങനെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ വിധവകൾക്ക് വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ ആരുമില്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ള, അങ്ങനെ പല ഓപ്ഷനും തരും. തെറ്റിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിച്ച് പഠിക്കണം. ആശാഭവൻ ഇമ്പോർട്ടൻ്റ് ആണ്. മനോരോഗ ചികിത്സയ്ക്ക് ശേഷം, അപ്പോൾ നമുക്കറിയാം ഒരാൾ മെൻ്റലായി കഴിഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് അയാൾ സുഖം ആയാലും തിരിച്ചെടുക്കാനായിട്ട് സമൂഹത്തിനൊരു മടിയുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ളവരെ, മനോരോഗ ചികിത്സയ്ക്ക് ശേഷം ഏറ്റെടുക്കാൻ ആളില്ലാത്തവരെ സംരക്ഷിക്കുന്നതിനുള്ള സ്ഥാപനമാണിത് ആശാഭവൻ. അവർക്കൊരു ആശ കൊടുക്കലാണ് അല്ലേ ആശാഭവൻ. ഇത്തരം 6 സ്ഥാപനങ്ങൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നു. തിരുവനന്തപുരത്തും തൃശ്ശൂരും കോഴിക്കോടും വനിതകൾക്കായിട്ട് പ്രത്യേക ആശാഭവനുകൾ പ്രവർത്തിക്കുന്നു. പുരുഷന്മാർക്കായി എറണാകുളം, തിരുവനന്തപുരം, കോഴിക്കോട് ജില്ലകളിലാണ് ആശാഭവനുകളുള്ളത്. അപ്പോൾ ആശാഭവൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ശ്രദ്ധിച്ച് പഠിക്കേണ്ട സ്കീമുകളിലൊന്നാണ് ആശാഭവൻ. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ പറയുന്നത്. കുറച്ചും കൂടെ സ്ട്രെസ് ചെയ്ത് പറയുന്നത് മുൻവർഷ ചോദ്യം ആയതുകൊണ്ടാണ്. അതുപോലെ തന്നെ ആശാ കിരണം, ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആശ വെച്ച് ഇങ്ങനെ കുറേ ഉണ്ട്. അപ്പോൾ ആശാഭവൻ എന്ന് പറയുമ്പോൾ ആർക്കാണ്? മനോരോഗികൾക്ക്. അവർ സുഖപ്പെട്ടാലും അവരെ തിരിച്ചെടുക്കാനുള്ള സൗകര്യം എല്ലാവരും അങ്ങനെ ചെയ്യുന്നില്ല. അതുകൊണ്ട് അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് ആശാഭവൻ. ഇനി ആശാ കിരണം. സംസ്ഥാനത്തെ ആശാ വർക്കർമാർ നമുക്ക് അറിയാവുന്നല്ലേ. ആശാ വർക്കർമാർ നമുക്കറിയാം. അംഗനവാടികളിലൊക്കെ നമ്മളിപ്പം പ്രഗ്നൻ്റൊക്കെ ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് ആദ്യം വിളിച്ചു പറയുന്നത് ആശാ വർക്കർമാരാണ്. അമൃതം പൊടി കിട്ടാനും, അല്ലെങ്കിൽ നമുക്കൊരു ഇൻഷുറൻസ് സ്കീമൊക്കെ ഉണ്ടല്ലേ, എല്ലാത്തിനും നമ്മൾ കോൺടാക്ട് ചെയ്യുന്നത്. നമ്മൾ കോവിഡ് വന്നപ്പോഴും ആശാ വർക്കർമാർ വഴിയാണ് നമ്മുടെ ഡാറ്റ ഒക്കെ കളക്ട് ചെയ്യുന്നതും അപ്ഡേറ്റൊക്കെ ചെയ്യുന്നത്. അപ്പം അങ്ങനെ ആശാ വർക്കർമാരുടെ ഇൻഷുറൻസ് പദ്ധതിയാണ് എന്ത്? ആശാ കിരണം. ഇനി ആശ്വാസ കിരൺ എന്നാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ആശ്വാസ കിരണം എന്നാണ് ഒഫീഷ്യൽ വെബ്സൈറ്റിലൊക്കെ കണ്ടേക്കുന്നത്. ആശ്വാസ കിരണം കിടപ്പ് രോഗികളെ ശുശ്രൂഷിക്കുന്നവർക്ക് പ്രതിമാസം പെൻഷൻ നൽകുന്ന പദ്ധതിയാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, റിപ്പീറ്റഡ്ലി ചോദിക്കുന്ന പദ്ധതികളിൽ ഒന്ന് തന്നെയാണ് ആശ്വാസ കിരണം. കിടപ്പ് രോഗികളെ ശുശ്രൂഷിക്കുന്നവർക്ക് പ്രതിമാസം നൽകുന്ന പദ്ധതി 600 രൂപ എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ചു കണ്ടിട്ടുണ്ട്. ആശ്വാസ കിരണം. അപ്പോൾ കിടപ്പ് രോഗികളെ ശുശ്രൂഷിച്ചിട്ട് അവരാകെ മടുത്തിരിക്കുകയാണ്. അപ്പോൾ അവർക്കൊരു ആശ്വാസമായിട്ട് ആശ്വാസ കിരൺ പദ്ധതിയിലൂടെ 600 രൂപ നൽകുകയാണ്. അടുത്തത് ആശ്വാസ് പദ്ധതി. ആശ്വാസ് പദ്ധതി വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരം 6 മുതൽ 8 വരെ ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് കായിക വിദ്യാഭ്യാസം, കലാപഠനം, തൊഴിൽ വിദ്യാഭ്യാസം എന്നിവ ലഭ്യമാക്കേണ്ടതുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുത്ത സ്കൂളുകളെ ആശ്വാസൻ്റെ ഫുൾ ഫോം എന്താണ്? ആർട്സ്
സ്പോർട്സ് വർക്ക്, എഡ്യൂക്കേഷൻ ആൻഡ് സ്കൂൾ കേന്ദ്രങ്ങളായിട്ട് ഉയർത്തുന്ന പദ്ധതിയാണ് ആശ്വാസ് പദ്ധതി. ഓക്കെ, അപ്പം നമ്മൾ ആശ്വാസം എന്നുള്ളൊരു വാക്കുമായിട്ടല്ല അവിടെ ലിങ്ക് ചെയ്യേണ്ടത്, കുറച്ച് വ്യത്യാസമുണ്ട്. അതാണ് അവിടെ ശ്രദ്ധിച്ച് പഠിച്ചു വെക്കേണ്ടതും. വിദ്യാഭ്യാസത്തിലാണ്, സ്കൂളുമായിട്ട് ബന്ധപ്പെട്ടതാണ് തിരഞ്ഞെടുത്ത സ്കൂളുകളെ ആശ്വാസ് ആർട്സ്, സ്പോർട്സ് വർക്ക്, എഡ്യൂക്കേഷൻ ആൻഡ് സ്കൂൾ കേന്ദ്രങ്ങളായിട്ട് ഉയർത്തുന്ന പദ്ധതിയാണ് എന്ത്? ആശ്വാസ് പദ്ധതി. ഓക്കെ, ഇനി അടുത്തത് ആരോഗ്യ കിരണം. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു പദ്ധതിയാണ് ആരോഗ്യ കിരണം. സംസ്ഥാനത്തെ APL BPL വ്യത്യാസമില്ലാതെ, അത് ഇമ്പോർട്ടൻ്റ് ആണ്, സംസ്ഥാനത്തെ APL BPL വ്യത്യാസമില്ലാതെ, അതായത് എല്ലാ കുട്ടികൾക്കും 18 വയസ്സിന് താഴെയുള്ള അർബുദ, ഹൃദ്രോഗ, വൃക്ക, മസ്തിഷ്ക രോഗം ഉൾപ്പെടെയുള്ള രോഗികൾക്ക് സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്ന പദ്ധതിയാണ്. അപ്പോൾ 18 വയസ്സിന് താഴെയുള്ള എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് അല്ലേ, 18 വയസ്സ് താഴെയുള്ളവർക്ക്, അതായത് APL BPL വ്യത്യാസമില്ലാതെ അർബുദ, ഹൃദ്രോഗ, അതായത് തീക്ഷ്ണ രോഗാവസ്ഥയിലുള്ളവരാണ് അല്ലേ, അർബുദ, ഹൃദ്രോഗ, വൃക്ക, മസ്തിഷ്ക രോഗമുള്ള ഉൾപ്പെടെയുള്ള രോഗികൾക്ക് സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്ന പദ്ധതിയാണ് ഇത് ആരോഗ്യ കിരണം. റിപ്പീറ്റഡ്ലി ചോദിക്കുന്ന PSCയുടെ ഫേവറേറ്റ് ആയിട്ടുള്ള സ്കീമുകളിൽ ഒന്ന് തന്നെയാണ് ആരോഗ്യ കിരണം. അപ്പോൾ ആരോഗ്യ കിരണം നമ്മൾ പറഞ്ഞു, ആശ്വാസ കിരണം, ആശ്വാസം, കാരണം ആൾക്കാരെയൊക്കെ നോക്കിയിട്ട് കിടപ്പ് രോഗികളെ ശുശ്രൂഷിച്ചിട്ട് അത് കൂടെയുള്ള ആൾക്കാരും മടുത്തു, അപ്പോൾ അവർക്കൊരു ആശ്വാസം നൽകാൻ വേണ്ടിയിട്ട് 600 രൂപ കൊടുക്കുന്ന പദ്ധതിയാണ് ആശ്വാസ കിരണം. ആശ്വാസം എന്ന് പറയുമ്പോൾ സ്കൂളുകളെ കുറച്ചും കൂടെ ആർട്സും സ്പോർട്സൊക്കെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ രീതിയിലുള്ള പദ്ധതിയാണ് ആശ്വാസ് പദ്ധതി. അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത്. അടുത്തത് ആപ്താമിത്രം. ആപ്താമിത്രം എന്താണ്? പ്രകൃതി ദുരന്തങ്ങളിൽ പെടുന്നവർക്ക് അടിയന്തര സഹായം ലഭ്യമാക്കുന്നതിന് ആവിഷ്കരിച്ച പദ്ധതിയാണ് ആപ്താമിത്രം. അപ്പോൾ നമ്മൾ കേരളത്തിൻ്റെ ദുരന്ത നിവാരണ അതോറിറ്റി നമുക്ക് പഠിക്കാനുണ്ട് അല്ലേ, അപ്പോൾ അതും ദുരന്ത നിവാരണ അതോറിറ്റിയും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് റിപ്പീറ്റഡ്ലി ചോദിക്കുന്നതാണ്. അപ്പോൾ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ആപ്താമിത്രയെ കുറിച്ചിട്ട് അവിടെയും കാണാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ആ ഭാഗത്തു നിന്ന് വേണമെങ്കിൽ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഭാഗമായിട്ടും ഈ ഒരു ചോദ്യം വേണമെങ്കിൽ കയറി വരാം. രാജ്യാന്തര ദുരന്ത ലഘൂകരണ ദിനത്തോടനുബന്ധിച്ച് 3000 പേർക്കാണ് ഇതിനാവശ്യമായിട്ടുള്ള പരിശീലനം നൽകിയത്. ഓക്കെ, അടുത്തത് ആഫ്റ്റർ കെയർ ഹോം. സാമൂഹിക നീതി വകുപ്പിൻ്റെ ചിൽഡ്രൻസ് ഹോം, സ്പെഷ്യൽ ഹോം, ബാലമന്ദിരം, പൂവർ ഹോം, അനാഥാലയങ്ങൾ എന്നിവിടങ്ങളിലെ 18 വയസ്സ് കഴിഞ്ഞ വനിതകളെ പുനരധിവസിപ്പിക്കുന്നതിന് സ്ഥാപനമാണ് ആഫ്റ്റർ കെയർ. അപ്പം നമുക്കറിയാം 18 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് റെസ്ട്രിക്ഷൻ ഉണ്ട് ചിൽഡ്രൻസ് ഹോമിലും സ്പെഷ്യൽ ഹോമിലൊക്കെ അവരെ നിർത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയുള്ള എസ്പെഷ്യലി വനിതകൾക്കാണ് കുറച്ചും കൂടി അറ്റൻഷൻ ആവശ്യമുള്ളത്. അപ്പോൾ അങ്ങനെ അതിൽ നിന്നൊക്കെ റിമൂവ് ആയിട്ട്, അതായത് 18 വയസ്സ് കഴിയുമ്പോൾ അവരെ പുനരധിവസിക്കുന്നതിനുള്ള സ്ഥാപനമാണ് ആഫ്റ്റർ കെയർ. ആ പേരിൽ തന്നെയുണ്ട് അല്ലേ, ആഫ്റ്റർ കെയർ എന്ന് പറയുമ്പോൾ ആഫ്റ്റർ ഒരു ഇനീഷ്യൽ സ്റ്റേജ് കഴിഞ്ഞിട്ടുള്ള കെയറാണ് ആഫ്റ്റർ കെയർ ഹോം. വിദ്യാഭ്യാസത്തിനും തൊഴിൽ പരിശീലനത്തിനും സൗകര്യം നൽകുന്ന ഒരു പദ്ധതി കൂടിയാണ് ആഫ്റ്റർ കെയർ ഹോം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ഈ ഗവേണൻസ്. സർക്കാർ സേവനങ്ങൾ വിവരസാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ പൊതുജനങ്ങൾക്ക് പരിചിതമാക്കുന്ന പദ്ധതിയാണ് എന്ത്? ഈ ഗവേണൻസ് എന്ന് പറയുന്നത്. ഉത്തരവാദിത്ത ടൂറിസം, സ്ഥായിയായ ടൂറിസം പദ്ധതി എന്ന ആശയത്തോടെ 2007 ഉത്തരവാദിത്ത ടൂറിസം ആരംഭിക്കുന്നത്. ഇത് വർഷമാണ് 2007. കുടുംബശ്രീയുടെ സഹായത്താലാണ്, ടൂറിസം വകുപ്പാണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത്. എസ്കോട്ട് സംസ്ഥാനം ഊർജ്ജക്ഷമത കൈവരിക്കുന്നതിനും അതിലൂടെ ഊർജ്ജ ഉപഭോഗം കുറയ്ക്കുന്നതിനുമായുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നതിനുള്ള പദ്ധതിയാണ് എസ്കോട്ട്. എസ്കോട്ടിൻ്റെ എന്താണ്? എനർജി സേവിങ്, ഈ എസ്കോട്ടിൻ്റെ എനർജി സേവിങ് കോർഡിനേഷൻ ടീം. അപ്പോൾ എസ്കോട്ട് എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഊർജ്ജക്ഷമത കൈവരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് ചെറുതായിട്ട് ആലോചിച്ച് വയ്ക്കാം. നമ്മൾ ഈ മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഉയർന്ന ഉദ്യോഗസ്ഥർക്ക് എസ്കോട്ട് ഉണ്ട് അല്ലേ, പ്രധാനമന്ത്രി പോലുള്ള പദവികളുള്ളവർക്ക് എസ്കോട്ട് ഉണ്ട്. അതൊരു പ്രോട്ടോക്കോളിൻ്റെ ഭാഗമാണ്. അപ്പം നമ്മളിങ്ങനെ കുറേ വണ്ടികൾ ഇങ്ങനെ സിനിമയിലും ഒക്കെ ഇങ്ങനെ എസ്കോട്ട് പോകണം കാണിക്കുമ്പോൾ അനാവശ്യമായിട്ട് കുറേ വണ്ടികൾ നമ്മൾ പഠിക്കാൻ വേണ്ടി മാത്രം പറയുകയാണ്, അത് പ്രോട്ടോക്കോളിൻ്റെ ഭാഗമാണ്. ഒരുപാട് വണ്ടികൾ ഇങ്ങനെ പിന്നാലെ പോകുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. അപ്പം അങ്ങനെ ഒരുപാട് വണ്ടികൾ ഇങ്ങനെ ഉദ്യോഗസ്ഥന്മാരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പോകുമ്പോൾ ഒരുപാട് എനർജി വേസ്റ്റ് ആവുന്നുണ്ടല്ലേ, എന്തോരം പെട്രോളാണ് കത്തിച്ച് കളയുന്നത്. ആ രീതിയിൽ പഠിക്കാൻ വേണ്ടി മാത്രം അങ്ങനെ ആലോചിച്ച് വയ്ക്കുക. എസ്കോട്ട് എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഊർജ്ജ ഉപയോഗം കുറയ്ക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിനുള്ള പദ്ധതിയാണ്. ഈ ഒരു ഫുൾ ഫോം കൂടെ ആലോചിക്കുക. എസ്കോട്ട് എനർജി സേവിങ് കോർഡിനേഷൻ ടീമാണ്. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് എൻ്റെ മരം പദ്ധതി. ചെറുപ്പത്തിലൊക്കെ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ബുക്കും ഒക്കെ കിട്ടിയിട്ടുണ്ട് അല്ലേ, എൻ്റെ മരം പദ്ധതി. ആ ഒരു ജനറേഷനിൽ പെട്ട ആൾക്കാരാണെങ്കിൽ അവർക്ക് മനസ്സിലാവും. ഇപ്പോഴത്തെ കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ, ഇപ്പോഴും തുടർന്ന് പോകുന്നുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. കേരള വിദ്യാഭ്യാസ വകുപ്പും വനം വകുപ്പും സംയുക്തമായി നടക്കുന്ന വനവൽക്കരണ പദ്ധതിയാണിത്, എൻ്റെ മരം പദ്ധതി. ഓക്കെ, അടുത്തത് എൻ്റെ കൂട്. എൻ്റെ കൂടും എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. വഴിയോരങ്ങളിൽ അലഞ്ഞു തിരിയുന്നവർക്ക് രാത്രി വിശ്രമ സ്ഥലം ഒരുക്കുന്ന പദ്ധതിയാണ് ഇത്, എൻ്റെ കൂട് പദ്ധതി. CCTV നിരീക്ഷണം
സംരക്ഷണമുള്ള ഇവിടെ ഭക്ഷണവും വസ്ത്രവും കുളിമുറിയും ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങളും ഉണ്ടാവുന്ന പദ്ധതിയാണ് ഏത്? എൻ്റെ കൂട് പദ്ധതി. സോ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് ഗവൺമെൻറ് ഓഫ് കേരളയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ്. അപ്പോൾ മറ്റേനകത്ത് സ്കീംസ് കഴിഞ്ഞിട്ടില്ലേ എന്ന് ചോദിച്ചാൽ അത് കഴിഞ്ഞിട്ടില്ല. ഇങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങനെ മാറ്റി മാറ്റി ചെയ്യേണ്ടത് എനിക്കാണെങ്കിൽ ഇപ്പോൾ കണ്ടിന്യൂസ് സ്കീം പഠിക്കുമ്പോൾ എല്ലാം കൂടെ വട്ടാവും, ഇഷ്ടമല്ല പഠിക്കാൻ. ഓക്കെ, തെറ്റി പോണ പോലെയും തോന്നിയിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു ചേഞ്ച് നമുക്ക് വീഡിയോയിൽ വരുത്താൻ പറ്റുന്നത് ഇടയ്ക്കൊരു വെബ്സൈറ്റിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ പഠിക്കാം, പിന്നെ തിരിച്ച് PDF പഠിക്കാം, അങ്ങനെ തോന്നി. അങ്ങനെയാണ് ഞാൻ കുറച്ചും കൂടെ പ്രിഫർ ചെയ്യുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് ഒരേ കാര്യം പഠിക്കുമ്പോൾ ചിലപ്പം ബോറടിക്കാറുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കത് എഫക്റ്റീവ് ആണെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. എനിവേസ്, ഇവിടെ നമ്മൾ നോക്കാൻ പോകുമ്പോൾ ബേസിക്കായിട്ട് അറിയാത്തവർക്ക് വേണ്ടി പറയാണ്, വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് നമുക്കൊരു ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട്, സോഷ്യൽ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് വേറെ ഡിപ്പാർട്ട്മെൻ്റ് ആണ്. അപ്പം ചിലരുടെ ഒരു തെറ്റിദ്ധാരണ സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റിന് കീഴിൽ വരുന്നതാണ് സ്ത്രീകളും കുട്ടികളും എന്നുള്ളതാണ്. പക്ഷേ അവിടെ വരുന്നത് സ്ത്രീകളും കുട്ടികളും അവിടെയല്ല. അവിടെ നമുക്ക് അറിയാവുന്നത് പോലെ തന്നെ ട്രാൻസ്ജെൻഡേഴ്സ്, ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആൾക്കാർ, അതുപോലെ ഓൾഡ് ഏജ്, അങ്ങനെയുള്ള കാറ്റഗറിയൊക്കെയാണ് അതിനകത്ത് വരുന്നത്, സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റിന് കീഴിൽ വരുന്നത്. അപ്പം അത് ഒരു എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങൾ അറിയാത്തവരാണെങ്കിൽ അത് ശ്രദ്ധിക്കുക. വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് എൻറ്റയർലി വേറെ ഡിപ്പാർട്ട്മെൻ്റ് ആണ്. സോഷ്യൽ സെക്യൂരിറ്റി നമുക്ക് അവിടെ വരുമ്പോൾ സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റ് ഇനി നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇത് സ്ത്രീകളും ഇതിനകത്ത് വരുന്ന കാറ്റഗറീസ് ഏതൊക്കെയാണെന്നുള്ളതെന്ന് അറിഞ്ഞിരിക്കുക. സ്ത്രീകളും കുട്ടികളും അമ്മ, കുട്ടി, കൗമാരം, ഇങ്ങനെ 4 കാറ്റഗറി ഓഫ് ആൾക്കാരാണ് ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റിന് കീഴിൽ വരുന്നത്. കൗമാരം ഇതിനകത്ത് വരുന്നതാണ്. ജസ്റ്റ് ചോദിക്കുകയാണെങ്കിൽ ഹെൽപ്ഫുൾ ആയിക്കോട്ടെ എന്നുള്ള രീതിയിൽ കൊടുത്തതാണ്. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഈ ഒരു വെബ്സൈറ്റിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. നമ്മളിപ്പോൾ സ്കീംസായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഫോക്കസ് ചെയ്യുന്നത്. എൻ്റെ കൂട് പദ്ധതി നമ്മൾ പറഞ്ഞല്ലേ, അപ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ടുള്ളൊരു വ്യൂ ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റും. സംസ്ഥാനത്ത് കോഴിക്കോട്, തിരുവനന്തപുരം ജില്ലകളിൽ നിർധനരായ സ്ത്രീകൾക്കും കുട്ടികൾക്കുമാണ്. അപ്പോൾ ആ ഒരു പോയിന്റ് PSC ബുള്ളറ്റിനിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് ഉള്ളതുകൊണ്ട് അതും കൂടെ ആഡ് ചെയ്യാണ്. നിർധനരായ സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടിയിട്ടുള്ളതാണ് എൻ്റെ കൂട്. രാത്രി സ്റ്റേ ചെയ്യാനുള്ള സൗകര്യം സൗജന്യമായി രാത്രി 6:30 മുതൽ രാവിലെ 7:30 വരെ ഷെൽട്ടർ നടപ്പാക്കുന്ന പദ്ധതിയാണ് എൻ്റെ കൂട്. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ് വൺ ഡേ ഹോം. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവരുത്. വൺ ഡേ ഹോമിൻ്റെ തലസ്ഥാന നഗരിയിൽ അടിയന്തര ആവശ്യങ്ങൾക്കായിട്ട്, നമുക്കറിയാം തിരുവനന്തപുരം എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ സിറ്റിയാണ്. ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്കവിടെ വരേണ്ടി വരും തിരുവനന്തപുരം. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇപ്പോൾ PSCയുടെ തന്നെ ഹെഡ് ഓഫീസ് ട്രിവാൻഡ്രത്താണ്. നമുക്ക് എന്തെങ്കിലും ഇൻ്റർവ്യൂവിനും ഓക്കെ ജില്ലാ തലത്തിൽ സൗകര്യമുണ്ട്. ചില കേസിൽ നമുക്ക് തിരുവനന്തപുരത്ത് തന്നെ വരേണ്ടി വരില്ല. അങ്ങനെ പല ആവശ്യങ്ങൾക്കും സെക്രട്ടേറിയറ്റ് ഉണ്ട്, അവിടേക്ക് നമുക്ക് വരേണ്ടി വരും. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ വിവിധ ജില്ലകളിൽ നിന്ന് വരുന്ന സ്ത്രീകൾക്ക് ദിവസേന 150 രൂപ നാമമാത്ര നിരക്കിൽ സുരക്ഷിതമായ താമസ സൗകര്യം ഒരുക്കുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഇത് വൺ ഡേ ഹോം. ഓക്കെ, 150 രൂപ എന്നുള്ള ഒരു ഫാക്ടറും കൂടെ ജസ്റ്റ് ഒന്ന് മനസ്സിലുണ്ടായിക്കോട്ടെ. ഇനി ചിൽഡ്രൻസ് ഹോം ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം പരിചരണവും സംരക്ഷണവും ആവശ്യമുള്ള കുട്ടികളുടെ ആത്യന്തിക ക്ഷേമം ലക്ഷ്യമിടുന്ന ഒരു ശിശു തിരുത്തൽ സ്ഥാപനമാണിത്. അപ്പോൾ ചിൽഡ്രൻസ് ഹോം എന്ന് പറയുമ്പോൾ അതൊരു അനാഥാലയം ആ രീതിയിലല്ല കണക്ട് ചെയ്യേണ്ടത്. അതിൻ്റെ ഡെഫിനേഷൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ചിൽഡ്രൻസ് ഹോം എന്ന് വെച്ചാൽ എന്താണ്? ജുവനൈൽ ജസ്റ്റിൻ്റെ, അതായത് എന്തെങ്കിലും കുറ്റം ചെയ്തിട്ടുള്ളവരായിരിക്കുമല്ലോ, എന്തെങ്കിലും ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം പരിചരണവും സംരക്ഷണവും ആവശ്യമുള്ള കുട്ടികളുടെ ആത്യന്തിക ക്ഷേമം ലക്ഷ്യമിടുന്ന ഒരു ശിശു തിരുത്തൽ സ്ഥാപനമാണ് എന്നുള്ളത് ചിൽഡ്രൻസ് ഹോം എന്നുള്ളത് പ്രത്യേകം ആലോചിച്ച് വെക്കുക. ഓർഫണേജ് അല്ല, വ്യത്യാസമുണ്ട്. അതിൻ്റെ ഫംഗ്ഷന് ഇമ്പോർട്ടൻ്റ് ആണ്. ചിൽഡ്രൻസ് ഹോം മുന്നേ ചോദിച്ചിട്ടുണ്ട്. മഹിളാ മന്ദിരം വിധവകൾ, വിവാഹമോചിതർ, ഉപേക്ഷിക്കപ്പെട്ടവർ, 18 വയസ്സിന് മുകളിലുള്ള അഗതികൾ, നോക്കാൻ ആരുമില്ലാത്ത സ്ത്രീകൾ എന്നിവരാണ് മഹിളാ മന്ദിരത്തിൽ പ്രവേശിക്കുന്നത്. മഹിള എന്ന് പറയുമ്പോൾ കുട്ടികൾ എന്നുള്ളൊരു സ്റ്റേജ് കഴിഞ്ഞു അല്ലേ. 18 വയസ്സിന് മുകളിലുള്ള പല കാറ്റഗറിയിൽപ്പെട്ട സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് മഹിളാ മന്ദിരം എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഇനി ഇതിനകത്ത് ഒരുപാട് സ്കീമുകൾ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്കീംസ് നമ്മളിപ്പോൾ ചിലതിപ്പോൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ ബെനിഫിഷ്യറികൾ വരുന്നത് ചിൽഡ്രൻ, വിമൻ, മദർ ആൻഡ് ചൈൽഡ്, അഡോളസൻസ്, ഇങ്ങനെ 4 ആണെന്നുള്ളത് അറിഞ്ഞിരിക്കുക. നമ്മളിപ്പോൾ എന്താണ് ഡിസ്കസ് ചെയ്യുന്നത്? വിമൻ ആൻഡ് ചൈൽഡ് ഡിപ്പാർട്ട്മെൻ്റ് ആണ്. ഇംഗ്ലീഷിൽ കംഫർട്ടബിൾ ആയിട്ടുള്ള ആൾക്കാർ ഇംഗ്ലീഷിൽ തന്നെ സൈറ്റ് റെഫർ ചെയ്യുക. നമ്മളിപ്പോൾ മലയാളത്തിലാണ് നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ സപ്ലിമെൻ്ററി ന്യൂട്രീഷൻ പ്രോഗ്രാം ഉണ്ട്, WCDയുടെ നേതൃത്വത്തിൽ നടത്തുന്നുണ്ട്. ഓക്കെ, അപ്പം സപ്ലിമെൻ്ററി പോഷകാഹാരം നൽകുന്നതിന്
ഉള്ള ഒരു സ്കീമാണ്. 6 മാസം മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്കും ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും സപ്ലിമെൻ്ററി പോഷകാഹാരം നൽകുന്ന ഒരു പദ്ധതിയാണെന്ത്. ആ പേരിൽ തന്നെയുണ്ട് അല്ലേ, സപ്ലിമെൻ്ററി ന്യൂട്രീഷൻ പ്രോഗ്രാം. അടുത്തത് ആശ്വാസനിധി. ആശ്വാസനിധി വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. പേരിൽ തന്നെയുണ്ട് ആശ്വാസനിധി എന്ന് പറയുമ്പോൾ സംതിങ് റിലേറ്റഡ് ടു പൈസ, എമൗണ്ട് ആയിരിക്കും അല്ലേ. അപ്പോൾ ആശ്വാസം ആവശ്യമുള്ളവർക്ക് നിധി പൈസ കൊടുക്കുന്നു എന്നുള്ള രീതിയിൽ ആലോചിച്ച് വയ്ക്കുക. അപ്പോൾ ആർക്കൊക്കെയാണ് ആശ്വാസം ആവശ്യമുള്ളത്? പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിട്ടിട്ടുള്ള സ്ത്രീകൾക്ക് വേണ്ടിയിട്ട്, ലൈംഗിക കുറ്റകൃത്യങ്ങൾ, ഗാർഹിക പീഡനങ്ങൾ, ആസിഡ് ആക്രമണങ്ങൾ, ഹീനമായ ലിംഗാധിഷ്ഠിത ആക്രമണങ്ങൾ എന്നിവയ്ക്ക് ഇരയായവരെ മോചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് 300 ലക്ഷം രൂപ കോർപ്പസ് ഫണ്ട് സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ അവർക്ക് ആവശ്യമുള്ളതിനനുസരിച്ചിട്ട് 50,000 മുതൽ 1 ലക്ഷം രൂപ വരെയാണ് അതിൻ്റെ ഒരു എമൗണ്ട്. പലർക്കും പലതാണ്. ആസിഡ് വിക്ടിംസിനുള്ള എമൗണ്ട്, ലൈംഗിക കുറ്റകൃത്യങ്ങൾക്ക്, അങ്ങനെ ഓരോരോ കാറ്റഗറിക്ക് അനുസരിച്ചിട്ട് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് എന്ത്? ആശ്വാസനിധി. ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാറുള്ള ഒരു ചോദ്യത്തിലൊന്നാണ് ഈ ആശ്വാസനിധി. ഇനി അടുത്ത സ്കീം നമുക്ക് നോക്കാം. ആദ്യത്തെ 1000 ദിവസം എന്ന് പറഞ്ഞിട്ടൊരു സ്കീമുണ്ട്. ഓക്കെ, ഫസ്റ്റ് 1000 ഡേയ്സ്. അപ്പോൾ നമുക്കറിയാം കുഞ്ഞുണ്ടായതിനു ശേഷം ആദ്യത്തെ ഒരു സ്ത്രീയുടെ ഗർഭധാരണത്തിനും അവളുടെ കുട്ടിയുടെ 2ാം ജന്മദിനത്തിനും ഇടയിലുള്ള 1000 ദിവസങ്ങൾ ഏറ്റവും അധികം ഇമ്പോർട്ടൻ്റ് ആണ്. പ്രഗ്നൻ്റ് ആയത് മുതൽ കുട്ടി ഉണ്ടാവുന്ന കുറച്ച് കാലം മുതൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ സമയത്ത് ഒരുപാട് നീഡ്സ് ആവശ്യമുണ്ട്. ഇപ്പം സപ്ലിമെൻറ്റ്സ്, ന്യൂട്രീഷൻ, വൈറ്റമിൻ സപ്ലിമെൻറ്റ്സ് ഒരുപാട് ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ഹെൽത്ത് ചെക്കപ്പുകൾ. അപ്പോൾ അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കുന്ന ഒരു പദ്ധതിയാണ് ആദ്യത്തെ 1000 ദിവസം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പദ്ധതി. ഓക്കെ, മംഗല്യ പദ്ധതി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു പദ്ധതിയാണ് മംഗല്യ പദ്ധതി. മംഗല്യ എന്നുള്ള പേര് കാണുമ്പോൾ തന്നെ, ഇമേജ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ്, കല്യാണവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ആർക്കാണ്? വിധവ പുനർവിവാഹത്തിന് മംഗല്യ പദ്ധതി. ഓക്കെ, അപ്പോൾ ആർക്കാണ്? വിധവ പുനർവിവാഹത്തിന്. മംഗല്യ എന്നുള്ളത് കല്യാണമായിട്ട് കണക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടില്ല. 18 വയസ്സ് താഴെയുള്ള കുട്ടികളുടെ 18 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കുള്ള മംഗല്യ പദ്ധതി, SC/ST മംഗല്യ പദ്ധതി, അങ്ങനെ പല രീതിയിലും ഓപ്ഷൻസ് കാണും. അപ്പോൾ അതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. വിധവ പുനർവിവാഹത്തിനാണ് മാംഗല്യ പദ്ധതി. സോ മാംഗല്യ പദ്ധതി എന്ന് പറയുന്നത് വിധവകൾക്കും അതുപോലെ തന്നെ ഡിവോഴ്സ് ആയുള്ളവർക്കും, ഓക്കെ, വിധവകൾക്കും ഡിവോഴ്സ് ആയികൾക്കും വേണ്ടിയിട്ടുള്ള പുനർവിവാഹത്തിനുള്ള പദ്ധതിയാണ് എന്ത്? മാംഗല്യ പദ്ധതി എന്ന് പറയുന്നത്. അറിഞ്ഞിരിക്കാം. അടുത്തത് അഭയകിരണം. അഭയകിരണം നമ്മൾ നോക്കി. അപ്പോൾ നോക്കിയത് ഓർത്തെടുക്കാൻ പറ്റുണ്ടോ? നിരാലംബരും ഭവനരഹിതരുമായ വിധവകൾക്ക് സുരക്ഷിതവും മെച്ചപ്പെട്ടതുമായ ജീവിതാന്തരീക്ഷം പ്രദാനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ പ്രതിമാസം 1000 രൂപ എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാറുണ്ട്. പദ്ധതിയാണ് അഭയകിരണം പദ്ധതി എന്ന് പറയുന്നത്. അടുത്തത് സഹായഹസ്തം. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിധവകൾക്ക് സ്വയം തൊഴിൽ ചെയ്യുന്നതിനായിട്ടുള്ള ധനസഹായമാണ് എന്ത്? സഹായഹസ്തം. കേരളത്തിൽ വിധവകളുടെ എണ്ണം വളരെ കൂടുതലാണ്. ഈ കുടുംബങ്ങളിൽ ഭൂരിഭാഗവും പരിതാപകരമായ അവസ്ഥയിലാണ്. അപ്പോൾ ഒരു കാറ്റഗറി നമ്മൾ ആലോചിച്ചിരിക്കുക, വിധവകൾക്കാണ് സഹായഹസ്തം ഒറ്റത്തവണ സാമ്പത്തിക സഹായം നൽകുന്നത്. ഇത്രയും സ്കീംസാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് വെബ്സൈറ്റിൽ നിന്ന് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് നമ്മൾ പഠിക്കുന്നത്. ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. എന്തായി പഠിച്ചതൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടോ നമുക്കറിയണ്ടേ? ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. എന്നിട്ട് ബാക്കി സ്കീംസ് എന്ന് പറയുമ്പോൾ ഒരുപാടുണ്ട്, കഴിഞ്ഞിട്ടൊന്നുമില്ല, എന്നാലും കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനുള്ള സേവനങ്ങൾ ഉറപ്പുവരുത്തുന്ന പദ്ധതിയാണ് എന്ത്? നമ്മൾ ഡിസ്കസ് ചെയ്ത പദ്ധതികളിൽ ഒന്നാണ് ആരോഗ്യ കിരണം പദ്ധതിയാണല്ലേ. ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റായിട്ടുള്ള ആൻസർ. ആരോഗ്യ കിരണമാണ് 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനുള്ള സേവനങ്ങൾ ഉറപ്പുവരുത്തുന്ന പദ്ധതി എന്ന് പറയുന്നത്. അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യാത്ത ചോദ്യങ്ങളാണ്, എങ്കിലും ചോദ്യങ്ങളായിട്ട് കാണുമ്പോൾ ചോദ്യങ്ങളായിട്ട് നമുക്ക് പഠിക്കാം. റോഡ് അപകടങ്ങൾ കുറയ്ക്കാനും ഗതാഗത നിയമലംഘനം തടയാനും സംസ്ഥാനത്തെ മോട്ടോർ വാഹന വകുപ്പ് AI അധിഷ്ഠിത ക്യാമറകൾ സ്ഥാപിച്ച പദ്ധതി വളരെയധികം മാധ്യമങ്ങളിലൊക്കെ പ്രശസ്തി നേടിയിട്ടുള്ള ഒരു പദ്ധതിയായിരുന്നല്ലേ. ഇത് ഒരുപാട് പോസിറ്റീവ്സും നെഗറ്റീവ്സും ഒരുപാട് ക്രിറ്റിസിസത്തിനൊക്കെ വിധേയമായിട്ടുള്ളൊരു പദ്ധതിയാണ്. പദ്ധതിയുടെ പേര് സേഫ് കേരള പദ്ധതിയാണ്. ഇപ്പോൾ ഇതിൻ്റെ അവസ്ഥയൊക്കെ എന്താണ്? AI ക്യാമറയൊക്കെ പ്രവർത്തിക്കുന്നുണ്ടോ? എന്താണ് അവസ്ഥ? അത് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ സേഫ് കേരള ആണ് എന്തായാലും പദ്ധതികളുടെ പേരെന്നുള്ളത് അറിഞ്ഞിരിക്കാം. അടുത്ത ചോദ്യം, വരുമാനവും തൊഴിലും ഉറപ്പാക്കി 6429 കുടുംബങ്ങളെ 100 ദിവസത്തിനുള്ളിൽ അതിദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിക്കാൻ കേരള സംസ്ഥാനത്ത് കുടുംബശ്രീ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഏത്? ഉജ്ജീവനം പദ്ധതി. ഓപ്ഷൻ ഡി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ശ്രദ്ധിച്ചു വായിക്കണം.
വരുമാനവും തൊഴിലും ഉറപ്പാക്കി 6429 കുടുംബങ്ങളെ 100 ദിവസത്തിനുള്ളിൽ അതിദാരിദ്ര്യത്തിൽ നിന്നും മോചിപ്പിക്കാൻ കേരള സംസ്ഥാനത്ത് കുടുംബശ്രീ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഉജ്ജീവനം പദ്ധതി. അപ്പോൾ ഇതിൽ അതിജീവനം എന്ന് പറഞ്ഞിട്ടൊരു പദ്ധതി വേറെയുണ്ട്, അതിജീവനം കേരളീയം എന്ന് പറഞ്ഞിട്ടൊരു പദ്ധതിയുണ്ട്. അത് ചോദിക്കാറുള്ളതുമാണ്. അപ്പോൾ ആ പദ്ധതി എന്താണ്? അതിജീവനം കേരളീയം എന്ന് പറയുമ്പോൾ അത് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടതാണ്, പക്ഷേ അൺഎംപ്ലോയ്മെൻറ്റ് കുറയ്ക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോട് കൂടിയിട്ട്, അതായത് കേരളത്തിലെ തൊഴിൽ രഹിതരായ പൗരന്മാർക്ക് തൊഴിൽ നൽകുക എന്നതാണ് അതിജീവനം കേരളീയം പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. ഈ ഒരു പദ്ധതിയുടെ സഹായത്തോടെ 50,000 വ്യക്തികൾക്ക് തൊഴിലവസരങ്ങൾ നൽകുക എന്നുള്ളൊരു പദ്ധതിയാണ് അതിജീവനം കേരളീയം. അപ്പോൾ തൊഴിലില്ലായ്മ നിരക്ക് കുറയ്ക്കാനുള്ള ഒരു പദ്ധതിയാണ് അതിജീവനം കേരളീയം. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞത് എന്താണ്? ഉജ്ജീവനം. ഓക്കെ, 6429 കുടുംബങ്ങളെ 100 ദിവസത്തിനുള്ളിൽ അതിദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി കുടുംബശ്രീ നടപ്പിലാക്കുന്ന പദ്ധതിയാണ്. ഓക്കെ, അപ്പോൾ അടുത്തത് താഴെ കൊടുത്തിരിക്കുന്നതിൽ കേരള സാമൂഹിക സുരക്ഷാ മിഷൻ പദ്ധതി അല്ലാത്തത് ഏത്? സാമൂഹിക സുരക്ഷാ മിഷൻ പദ്ധതികൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഈ ഒരു ചോദ്യം നോക്കിയിട്ട് നമുക്ക് നോക്കാം, ഒഫീഷ്യൽ വെബ്സൈറ്റ് എന്ന് നോക്കാം. ഇത് നമുക്ക് സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്, ഇതിൽ അത്ര ട്വിസ്റ്റിംഗ് ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. കുടുംബശ്രീ എന്തായാലും എന്താണ്? കേരള സാമൂഹിക സുരക്ഷാ പദ്ധതി അല്ല. അപ്പം അത്ര കൺഫ്യൂസിങ് ആയിരുന്നില്ല. താലോലവും സ്നേഹപൂർവ്വവും ശ്രുതി തരംഗവും ഒക്കെ കേരള സാമൂഹിക സുരക്ഷാ പദ്ധതിയാണ്. ഇനി ഓരോന്നും എന്താണെന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഈ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി 4 എന്നുള്ളതാണ്. ഓക്കെ, സോ PSCയുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് ആണ് ഇതെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്നാലും അറിയാത്തവർക്ക് വേണ്ടി ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു, നിങ്ങൾ ഈ ഒരു വെബ്സൈറ്റ് നോക്കാണ്ട് ഒരു എക്സാമിനും പോകാനായിട്ട് പാടില്ല. അത്ര അധികം ഇമ്പോർട്ടൻ്റ് ആണ് സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ്. ഓക്കെ, ഇപ്പോൾ സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്നാണ്, ഏത് വർഷമാണ്? നമുക്ക് 1956 കേരളം സ്ഥാപിക്കുമ്പോൾ ഉണ്ടായിരുന്നോ സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റ്? ഉണ്ടായിരുന്നില്ല. അതും മുൻവർഷ ചോദ്യമാണ്. 1975 ഏതാണ് വർഷം? 1975 സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഡിപ്പാർട്ട്മെൻറ്റ് വരുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം വിമനും ഇതിനകത്തായിരുന്നു, സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റിന് അകത്തായിരുന്നു. പിന്നീടാണ് വിമൻ ആൻഡ് ചൈൽഡ് എന്ന് പറഞ്ഞിട്ട് പ്രത്യേകം ഒരു ഡിപ്പാർട്ട്മെൻറ്റ് വരുന്നത്. ഓക്കെ, അപ്പോൾ അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്റ്റാണ്, അറിഞ്ഞിരിക്കുക. 1975 സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ ഇനീഷ്യലി വിമൻ ആൻഡ് ചൈൽഡ് ഒക്കെ ഇതിനകത്ത് തന്നെയാണ് വന്നുകൊണ്ടിരുന്നത്. പിന്നെ 2017 ഏതാണ് വർഷം? 2017 ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് വിമൻ ആൻഡ് ചൈൽഡ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രത്യേകം വിമൻ ആൻഡ് ചൈൽഡിന് വേണ്ടിയിട്ട് പ്രത്യേകം ഒരു ഡിപ്പാർട്ട്മെൻറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് 2017. അപ്പോൾ ഇത് ഏതാണ്? 1975. പറഞ്ഞ ഫാക്ട്സ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, അറിയാത്തവർ ശ്രദ്ധിച്ച് പഠിച്ചു വയ്ക്കാം. ഓക്കെ, അപ്പോൾ സാമൂഹ്യനീതി ഒഫീഷ്യൽ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ഇതിൻ്റെ ഗുണഭോക്താക്കൾ ആരൊക്കെയാണ്? മുതിർന്ന പൗരന്മാരും ഭിന്നശേഷിയുള്ളവരും. സാമൂഹിക പ്രതിരോധം എന്ന് പറയുമ്പോൾ പ്രൊബേഷണർമാർ, മുൻ തടവുകാർ, അവരുടെ കുടുംബക്ഷേമമൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്. ട്രാൻസ്ജെൻഡേഴ്സ്. ഇങ്ങനെ 4 കാറ്റഗറിയാണ് ഇതിൽ വരുന്നത്, സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റിനകത്ത് വരുന്നത്. അപ്പോൾ ഓരോരുത്തർക്കും വേണ്ടിയിട്ടുള്ള സ്കീമുകൾ വളരെ വൃത്തിയായിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ട് തന്നെ ഈ ഒരു ഒഫീഷ്യൽ വെബ്സൈറ്റിലുണ്ട്. അതിലോട്ട് നമുക്ക് വരാം. അതിന് മുന്നേ പരീക്ഷകൾ ചോദിക്കാറുള്ള ഒരു ഭാഗമാണ് ഈ ഒരു സ്ഥാപനങ്ങൾ. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തതാണ് ഇതിൽ ആശാഭവനൊക്കെ അല്ലേ. ആശാഭവൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്തായിരുന്നു? അതായത് മെൻ്റലി പ്രശ്നമുള്ള ആൾക്കാർ അവർ അതിൽ നിന്ന് റിക്കവർ ആയിട്ടും ആശുപത്രിയിൽ നിന്ന് അവർ തിരിച്ചു വരുമ്പോൾ അവരെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ആരുമില്ല. അങ്ങനെയുള്ള മനോരോഗികളെ പുനരധിവസിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള സ്ഥാപനങ്ങളാണ് ആശാഭവൻ. നമ്മൾ ഓൾറെഡി നോക്കിയതാണ്. അപ്പം ഇങ്ങനെ പ്രത്യേക പേരുകളൊക്കെ ഉള്ളതുണ്ടല്ലോ, പ്രതീക്ഷാഭവൻ, പ്രത്യാശാഭവൻ, അതൊക്കെ എക്സാമുകൾക്ക് ഇങ്ങനെ ആശാഭവൻ, പ്രതീക്ഷാഭവൻ, പ്രത്യാശാഭവനൊക്കെ മുൻവർഷ ചോദ്യങ്ങളാണ്. അപ്പോൾ ആശാഭവൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. പ്രതീക്ഷാഭവൻ എന്താണ്? പ്രതീക്ഷാഭവൻ നമുക്ക് നോക്കാം. പ്രതീക്ഷാഭവൻ 18 വയസ്സിന് മുകളിൽ പ്രായമുള്ള മാനസിക വെല്ലുവിളി നേരിടുന്ന പുരുഷന്മാരുടെ പുനരധിവാസത്തിനായിട്ടാണ് ഈ വീട് സ്ഥാപിച്ചിരിക്കുന്നത്. മലപ്പുറത്ത് അത്തരത്തിലുള്ള ഒരു സ്ഥാപനമുണ്ട്. പ്രതീക്ഷാഭവൻ എന്താണ്? 18 വയസ്സിന് മുകളിൽ പ്രായമുള്ള മാനസിക വെല്ലുവിളി നേരിടുന്ന പുരുഷന്മാരുടെ പുനരധിവാസത്തിന്. ഓക്കെ, അപ്പോൾ പുരുഷന്മാരുടെ, നമ്മൾ കൂടുതലും സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ് ഒരുപാട് ഭവനങ്ങളും കൂടുതലും അങ്ങനെ കേട്ടിരുന്നത്. അപ്പോൾ ഇത് പുരുഷന്മാർക്ക് പുനരധിവാസത്തിനാണ് പ്രതീക്ഷാഭവൻ, 18 വയസ്സിന് മുകളിലുള്ളവർക്ക്. എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? മലപ്പുറത്താണ് പ്രതീക്ഷാഭവനുള്ളത്. ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ് ഈ ആശാഭവനും പ്രതീക്ഷാഭവനും. അടുത്തത് നമുക്ക് നോക്കാം പ്രത്യാശാഭവൻ. പ്രത്യാശാഭവൻ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്?
പ്രത്യാശ ഭവൻ 18 വയസ്സിന് മുകളിലുള്ള മാനസിക വെല്ലുവിളി നേരിടുന്ന സ്ത്രീകളെ പരിചരിക്കുന്നതിനും അധിവസിപ്പിക്കുന്നതിനുമുള്ള ഈ ഹോമുകൾ സജ്ജീകരിക്കുന്നു. തൃശ്ശൂരാണ് നിലവിൽ പ്രത്യാശ ഭവൻ്റെ ഒരു ഇതുള്ളത്. ഓക്കെ, അപ്പോൾ പ്രത്യാശ ഭവൻ, പ്രതീക്ഷാ ഭവൻ, ആശാഭവൻ എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമുക്ക് സ്കീമുകളിലോട്ട് വരാം. സ്കീമുകൾ നമുക്കറിയാവുന്നതുപോലെ തന്നെ 4 ബെനിഫിഷ്യറികളാണുള്ളത്. സീനിയർ സിറ്റിസൺ, ഡിഫറെൻ്റ്ലി ഏബിൾഡ്, സോഷ്യൽ ഡിഫൻസ് ആൻഡ് ട്രാൻസ്ജെൻഡേഴ്സ്. ഓരോരുത്തർക്ക് കീഴിലും ഇഷ്ടം പോലെ സ്കീമുകളുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് നോക്കും അല്ലേ. നിങ്ങൾക്ക് ഓൾറെഡി അറിഞ്ഞിട്ടുണ്ടാവും, എങ്കിലും ഒരു റിവിഷൻ പോലെ ആയിക്കോട്ടെ. തെറ്റിപ്പോകാൻ സാധ്യതയുണ്ടോ, അതുകൊണ്ട് എത്ര റിവിഷൻ ചെയ്താലും അത് നല്ലതാണ്. ഓക്കെ, സോ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് മുതിർന്ന പൗരന്മാർക്കുള്ള പദ്ധതികളാണ്. ഓക്കെ, വയോജനങ്ങൾക്കുള്ള സാമൂഹിക സുരക്ഷാ ദാനമല്ല, മറിച്ച് അവരുടെ അടിസ്ഥാന മനുഷ്യാവകാശമാണ്. കണക്കുകളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ വരുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളിലോട്ട് വരാം. സ്കീമുകൾ: എൽഡർ ലൈൻ 1, 4, 5, 6, 7 പ്രായമായവർക്ക് ഒരു കൈസഹായം. അപ്പോൾ ഈ ഒരു പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇതൊരു മുതിർന്ന പൗരന്മാർക്ക് ഒരു ടോൾ ഫ്രീ നമ്പറിൽ സഹായം നൽകുന്നതിന് വേണ്ടിയുള്ള ഒരു ഹെൽപ്പ് ഡെസ്ക് ആണ് എൽഡർ ലൈൻ. നമ്പറാണ് 145667 എന്നുള്ളൊരു ടോൾ ഫ്രീ നമ്പർ. അപ്പോൾ നമ്മൾ കുട്ടികൾക്ക് വേണ്ടി പഠിക്കുമ്പോൾ ഒരു നമ്പർ പഠിക്കാറുണ്ട് അല്ലേ. കുട്ടികൾക്ക് എന്തെങ്കിലും സഹായത്തിന് വേണ്ടിയിട്ടുള്ള ടോൾ ഫ്രീ നമ്പറാണ് 1098. ഓക്കെ, 1098 അല്ലെങ്കിൽ 1098. പിള്ളേരെന്ന് പറയുമ്പോൾ അവർക്ക് ഓർത്തെടുക്കാൻ ഈസി ആയിട്ടുള്ള നമ്പർ വേണം അല്ലേ. 1098 എന്ന് പറയുമ്പോൾ ഇതൊരു ഡിസെൻഡിങ് ഓർഡറുള്ള ഒരു നമ്പറാണ്. അതുകൊണ്ടാണ് അത്രയും ഈസി ആയിട്ടുള്ള നമ്പർ കൊടുത്തേക്കുന്നത് 1098. എൽഡർ ലൈൻ എന്ന് പറയുമ്പോൾ 1 പിന്നെ 4, 5, 6, 7 ഈസി ആയിട്ടുള്ള മറ്റൊരു നമ്പറാണ് എൽഡർ ലൈൻ. ഇത് ചോദിച്ചിട്ടുള്ളതാണ്. ടോൾ ഫ്രീ മുതിർന്ന പൗരന്മാർക്ക് 1, 4, 5, 6, 7 എന്ന ടോൾ ഫ്രീ നമ്പറിൽ രാവിലെ 8-നും വൈകിട്ട് 8-നും ഇടയിൽ ബന്ധപ്പെടാവുന്ന ഒരു ഹെൽപ്പ് ലൈനാണ്. ഓക്കെ, എല്ലാവിധ വിവരങ്ങളും മാർഗനിർദ്ദേശങ്ങളും വൈകാരിക പിന്തുണയും ഫീൽഡ് ഇടപെടൽ എന്നിവയൊക്കെ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. അടുത്തത് വയോരക്ഷയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വയോരക്ഷ, വയോമധുരം, വയോമിത്രം, വയോ അമൃതം സിമിലർ ആയിട്ടുള്ള കുറച്ച് പേരുകളുള്ളത് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവരുത്. അത്രയേ ഉള്ളൂ. വയോ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഓൾഡായിട്ട് ബന്ധപ്പെട്ട വയോജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പദ്ധതികളായിരിക്കും എന്നുള്ളതറിയാം. പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോവരുത്. മോസ്റ്റ്ലി അല്ലാതും നമ്മൾ 60 വയസ്സിന് മുകളിലുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് വയോജനങ്ങളായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അവർക്ക് വേണ്ടിയിട്ടുള്ള സ്കീമാണ്. ഒരെണ്ണം മാത്രം എന്തുണ്ട്, 65 വയസ്സിന് മുകളിലുള്ള സീനിയർ സിറ്റിസന് വേണ്ടിയിട്ടുള്ള പദ്ധതിയുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് എന്തായാലും എന്ത് നോക്കാം, വയോരക്ഷ. വയോരക്ഷ എന്ന് പറയുമ്പോൾ എന്താണ്? രക്ഷ എന്ന് പറയുമ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളിൽ പെട്ടിട്ടുണ്ടാവും അല്ലേ വയോജനങ്ങൾ. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് വയോരക്ഷാ പദ്ധതി. ആ പേരിൽ നിന്ന് തന്നെ കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. മുതിർന്ന പൗരന്മാർക്കുള്ള വയോരക്ഷാ പദ്ധതി. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം, മുതിർന്ന പൗരന്മാർ സമൂഹത്തിലെ വിവേചനം, ചൂഷണം, അവഗണന ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ സാമ്പത്തികവും ശാരീരികവുമായ ക്ലേശങ്ങളും ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ അടിയന്തര സാഹചര്യങ്ങളിൽ ദുർബലരായ ജനവിഭാഗമായതിനാൽ അവർക്ക് അടിയന്തര സാഹചര്യങ്ങളിൽ പ്രത്യേക പരിചരണവും ശ്രദ്ധയും നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള സാമൂഹ്യ നീതി വകുപ്പിൻ്റെ സമഗ്ര പദ്ധതിയാണ് എന്ത്, വയോരക്ഷ എന്ന് പറയുന്നത്. BPL വിഭാഗത്തിൽപ്പെട്ട മുതിർന്ന പൗരന്മാരാണ് ഈ ഒരു സ്കീമിനകത്ത് വരുന്നത്. അപ്പോൾ വയോരക്ഷ. ഓക്കെ, രക്ഷ ആവശ്യമുള്ള സമയത്ത് മെഡിക്കൽ എമർജൻസിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കേസിലൊക്കെയാണ് വയോരക്ഷ എന്ന് പറയുന്ന ഒരു സ്കീം ഉപകാരപ്പെട്ട് വരുന്നത്. 60 വയസ്സിന് മുകളിലുള്ള BPL പെട്ട ആൾക്കാർക്കാണ്, വയോജനങ്ങൾക്കാണ് ഈ ഒരു പദ്ധതിയിലൂടെ ക്ഷേമം സാധ്യമാക്കാനായിട്ട് പറ്റുന്നത്. അടുത്തത് സെക്കൻഡ് ഇന്നിങ്സ് ഹോം പ്രൊജക്റ്റ്. എന്താണ് സെക്കൻഡ് ഇന്നിങ്സ് ഹോം പ്രൊജക്റ്റ്? സെക്കൻഡ് ഇന്നിങ്സ് പറയുമ്പോൾ ഒരു ഇന്നിങ്സ് ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട് അല്ലേ. രണ്ടാം ഇന്നിങ്സ് പറയുമ്പോൾ ഒരു അപ്ഡേറ്റ് ചെയ്യാണ്. ഓൾറെഡി ഓൾഡ് ഏജ് ഹോമുകളൊക്കെ ഉണ്ട്, അതിനെ ഒന്നും കൂടെ ഒന്ന് മോഡിഫൈ ചെയ്യുന്ന ഒരു പദ്ധതിയാണ് രണ്ടാം ഇന്നിങ്സ് ഹോം പ്രൊജക്റ്റ് അല്ലെങ്കിൽ സെക്കൻഡ് ഇന്നിങ്സ് ഹോം പ്രൊജക്ട്സ്. ഗവൺമെൻറ് ഓൾഡ് ഏജ് ഹോമുകളെ രണ്ടാം ഇന്നിങ്സ് ഹോമാക്കി മാറ്റാൻ ഉദ്ദേശിക്കുന്നു. മൾട്ടി സർവീസ് കമ്മ്യൂണിറ്റി ഏജ് കെയർ എന്ന നിലയിൽ ഒരുപാട് സേവനങ്ങളും ഒക്കെ നൽകുന്നതാണ്. അവരുടെ കുറച്ചും കൂടെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക, കുറച്ചും കൂടെ മോഡിഫൈ ചെയ്യുക. അങ്ങനെയാണ് സെക്കൻഡ് ഇന്നിങ്സ് ഹോം പ്രൊജക്റ്റ് എന്ന് പറയുന്നത്. പേരിൽ തന്നെയുണ്ട്, അത്ര വലിയ കുഴപ്പമില്ല നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട്. ഇനി വയോമധുരം സ്കീം. അപ്പോൾ ഇതിലെ സ്കീമുകൾ മാത്രമാണ് എടുത്തിട്ട് പറയുന്നത് കേട്ടോ. വയോമധുരം സ്കീം മധുരമായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ട് എന്തുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും? ഷുഗറാണ്. നമുക്ക് പ്രായമായവർക്ക് എല്ലാവർക്കും വരുന്ന ഒരു സംഭവമാണ് അല്ലേ ഷുഗർ എന്ന് പറയുന്നത്. അപ്പോൾ അത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്ലൂക്കോമീറ്റർ ആവശ്യമുണ്ട്. ഗ്ലൂക്കോമീറ്റർ ലഭ്യമാക്കുന്നതിനുള്ള പദ്ധതിയാണ് വയോമധുരം. പേരിൽ തന്നെയുണ്ട്, വലിയ ബുദ്ധിമുട്ടില്ല. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രമേഹ രോഗികളുള്ളത് കേരളമാണ്. 80% വൃദ്ധജനങ്ങളും പ്രമേഹ ബാധിതരാണ്. അപ്പം ഈ ഒരു പദ്ധതിയിലൂടെ ഓരോ ജില്ലയിലും 1000 പ്രമേഹ വാർദ്ധക്യക്കാർക്ക് ഗ്ലൂക്കോമീറ്റർ നൽകും. അപ്പം ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് BPL വിഭാഗത്തിൽ നിന്നുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഏത് പദ്ധതി? വയോമധുരം പദ്ധതി BPL വിഭാഗത്തിൽ
വിഭാഗത്തിൽപ്പെട്ട 60 വയസ്സിന് മുകളിലുള്ള, അതായത് വൃദ്ധജനങ്ങൾക്കാണെന്നുള്ളത് ആലോചിച്ച് വയ്ക്കുക. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്, മാറിപ്പോരുത്. 60 വയസ്സാണ്. വയോമധുരം എന്നുള്ളത് കൊണ്ട് കണക്ട് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടില്ല. BPL കാറ്റഗറിക്ക് വേണ്ടിയിട്ടുള്ളതെന്ന് ആലോചിച്ചിരിക്കുക. അപ്പോൾ വയോരക്ഷ, വയോമധുരം സെക്കൻഡ് ഇന്നിങ്സ് നമ്മൾ നോക്കി, എൽഡർ ലൈന് നോക്കി. ഇനി വയോമിത്രം പ്രൊജക്റ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതാണ് ബാക്കിയുള്ള സ്കീംസിനെ വയോജനങ്ങളുടെ സ്കീംസിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് 65 വയസ്സിന് മുകളിലുള്ള വയോജനങ്ങൾക്ക് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനൊരു ഡിഫറൻസ് ഉള്ളതുകൊണ്ട് ഇതിൻ്റെ മാത്രം പ്രത്യേകിച്ച് വയസ്സെടുത്ത് ചോദിക്കാറുണ്ട്. വയോമിത്രം പദ്ധതിയാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, കേരളത്തിലെ കോർപ്പറേഷൻ മുനിസിപ്പൽ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. എല്ലാവർക്കും അല്ല, ഗ്രാമങ്ങളിൽ താമസിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതല്ല. കോർപ്പറേഷൻ മുനിസിപ്പൽ പ്രദേശങ്ങളിൽ താമസിക്കുന്ന 65 വയസ്സിന് മുകളിലുള്ള വയോജനങ്ങൾക്ക് ആരോഗ്യ പരിരക്ഷണയും പിന്തുണവും നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് സാമൂഹിക സുരക്ഷാ ഇതിൻ്റെ കീഴിലുള്ളത്. ഇതിൻ്റെ കീഴിൽ പ്രധാനമായിട്ടും മൊബൈൽ ക്ലിനിക്ക്, പാലിയേറ്റീവ് കെയർ, പലതരം സംവിധാനങ്ങൾ, ഹെൽപ്പ് ഡെസ്ക് എന്നിവയുടെ എവിടെയാണെന്നുള്ളതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. കോർപ്പറേഷൻ മുനിസിപ്പൽ പ്രദേശങ്ങളിലാണ്. അപ്പോൾ 65 വയസ്സ് ഓർത്തിരിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ആലോചിച്ചിരിക്കുക. കുറച്ചും കൂടെ സിറ്റി ആണല്ലോ കോർപ്പറേഷൻ മുനിസിപ്പൽ എന്നൊക്കെ പറയുമ്പോൾ. അവിടുത്തെ ഓൾഡ് ഏജ് കുറച്ച് പ്രായമായിട്ടുള്ള ആൾക്കാർ കുറച്ച് യോയോ ആൾക്കാരാണ്. അതുകൊണ്ട് അവർക്ക് 60 വയസ്സായാലും വയസ്സാവില്ല. 65 വയസ്സായാലാണ് കുറച്ചും കൂടെ പ്രായമാവാന്നുള്ള രീതിയിൽ വെറുതെ ആലോചിച്ച് വയ്ക്കുക. വയോമിത്രം പദ്ധതി, ആ ഒരു ഏജ് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് പ്രത്യേകം നമ്മൾ പറയുന്നത്. കോർപ്പറേഷൻ മുനിസിപ്പൽ പ്രദേശങ്ങളിൽ താമസിക്കുന്ന വയോമിത്രം പദ്ധതി. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത സ്കീം നമുക്ക് നോക്കാം. വയോമിത്രം നമ്മൾ നോക്കി. ഇനി വയോ അമൃതം പ്രൊജക്റ്റ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, നമ്മളിനി നോക്കാൻ പോകുന്നത് വയോ അമൃതം പദ്ധതിയാണ്. വയോ അമൃതം പദ്ധതിയും വയോമിത്രം പദ്ധതിയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത്. വയോമിത്രം നമ്മൾ പറഞ്ഞു 65 വയസ്സിന് മുകളിലുള്ള യോ സിറ്റിയിലുള്ള അപ്പാപ്പമാർക്കും അമ്മാമ്മമാർക്കൊക്കെ വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ്. ആ രീതിയിൽ ആലോചിക്കുക. വയോമിത്രം. വയോ അമൃതം പദ്ധതി എന്തിനു വേണ്ടിയിട്ടാണ്? വൃദ്ധസദനങ്ങളിൽ താമസിക്കുന്ന പ്രായമായവർക്ക് വേണ്ടിയിട്ടുള്ളൊരു പദ്ധതിയാണ്. നമുക്കിവിടെ നോക്കാം. അന്തേവാസികളുടെ ആരോഗ്യ പ്രശ്നങ്ങളാൽ ബുദ്ധിമുട്ടുന്ന വൃദ്ധസദനങ്ങളിലുള്ള അന്തേവാസികളുടെ ചികിത്സയ്ക്കായി സർക്കാർ നടത്തുന്ന വൃദ്ധസദനങ്ങളിലാണ് പ്രമേഹം, ആസ്മ, ത്വക്ക് രോഗങ്ങൾ, അങ്ങനെ പല അസുഖങ്ങൾ കണക്കാക്കപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സാന്ത്വന പരിചരണവും ആരോഗ്യ സംരക്ഷണവും ഒക്കെയാണ് ഇതിനകത്ത് വരുന്നത്. വയോ അമൃതത്തിനകത്ത് വരുന്നത്. ഇതിന് ഭാഗമായിട്ട് ആയുർവേദ ചികിത്സയൊക്കെ നൽകുന്നുണ്ട്. ഒരു മെഡിക്കൽ ഓഫീസറുടെയും അറ്റൻഡറുടെയും സേവനം ഈ ഒരു അന്തേവാസികൾക്ക് പ്രയോജനപ്പെടുത്തും. അപ്പോൾ ഇതേതാണ് വയോ അമൃതം പദ്ധതി. വയോമിത്രം, വയോ അമൃത, വയോരക്ഷ ഒക്കെ നമ്മൾ നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോരുത്. മന്ദഹാസം PSCയുടെ ഫേവറേറ്റ് ആയിട്ടുള്ള മറ്റൊരു സ്കീമാണ് മന്ദഹാസം സ്കീം. ആ ഒരു പേരിൽ തന്നെയുണ്ട്. നമ്മളിങ്ങനെ അപ്പാപ്പന്മാരുടെയും അമ്മമ്മമാരുടെയും ചിരി കാണാൻ നല്ല രസമാണ് അല്ലേ? പ്രായമായി കഴിഞ്ഞാൽ നല്ല രസമാണ് അവരുടെ. അപ്പോൾ മന്ദഹാസം മുതിർന്ന പൗരന്മാർക്ക് കൃത്രിമ പല്ലുകൾ നൽകുന്ന പദ്ധതിയാണ് മന്ദഹാസം പദ്ധതി. BPL വിഭാഗത്തിൽപ്പെടുന്ന മുതിർന്ന പൗരന്മാർക്കാണ് ഈ ഒരു സ്കീമിന് അർഹതയുള്ളത്. അത് ശ്രദ്ധിക്കുക. BPL എന്നുള്ളത് എടുത്ത് പറയുന്നത് ശ്രദ്ധിക്കുക. മന്ദഹാസം മുതിർന്ന പൗരന്മാർക്ക് സൗജന്യ ടൂത്ത് സെറ്റ് നൽകുന്ന സാമൂഹ്യ നീതി വകുപ്പിൻ്റെ പുതിയ സംരംഭമാണ് മന്ദഹാസം. അപ്പോൾ ഇവിടെ ഒരു പൈസയുടെ കണ്ടീഷനൊക്കെ ഇവിടെ പറയുന്നുണ്ട്. ഒരു ഗുണഭോക്താവിന് പല്ല് ശരിയാക്കുന്നതിന് പരമാവധി 10,000 രൂപയാണ് ധനസഹായം ലഭിക്കുന്നത്. BPLകാർക്കാണ് പല്ല് സെറ്റ് നൽകുന്നത്. അപ്പോൾ അതാണ് മന്ദഹാസം പദ്ധതി. സായംപ്രഭ ഹോം പദ്ധതിയും ചോദിക്കാറുള്ളത് തന്നെയാണ്. നമുക്ക് നോക്കാം. സായംപ്രഭ ഹോം എന്ന് പറയുമ്പോൾ പകൽ സമയത്ത് ഇപ്പോൾ കൂടുതലും വൃദ്ധജനങ്ങളൊക്കെ വീട്ടിൽ ഒറ്റയ്ക്കാണ് അല്ലേ? എല്ലാവരും പിള്ളേർ സ്കൂളിൽ പോയി, മുതിർന്നവർ ജോലിക്ക് പോയി കഴിഞ്ഞാൽ പ്രായമായവർക്ക് പിന്നെ ആരുമില്ല. അപ്പോൾ അങ്ങനെ അവർക്കൊരു പകൽ സമയം കുറച്ചും കൂടെ ആനന്ദകരവും ഉഷാറൊക്കെ ആക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് സായംപ്രഭ ഹോം പദ്ധതി. ഒരു പ്രകാശം അല്ലേ? അപ്പോൾ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. ഡേ കെയർ സൗകര്യങ്ങൾ നൽകുന്ന പ്രായമായവർക്ക് ഡേ കെയർ സൗകര്യങ്ങൾ നൽകുന്ന സാമൂഹ്യ നീതി വകുപ്പിൻ്റെ സംരംഭമാണ് സായംപ്രഭ ഹോം പദ്ധതി. ഈ ഡേ കെയർ സെൻ്ററുകൾ പ്രായമായവർക്ക് അവരുടെ ആവശ്യമുള്ള പ്രായത്തിലുള്ളവർക്ക് ഏറ്റവും ആവശ്യമായ സേവനങ്ങളും സഹായവും ഒക്കെ നൽകുന്നു. അപ്പോൾ അങ്ങനൊരു പദ്ധതിയാണ്, ഡേ കെയർ സൗകര്യങ്ങൾ നൽകുന്ന പദ്ധതിയാണ് സായംപ്രഭ ഹോം പദ്ധതി. അപ്പോൾ ഇത്രയും സ്കീംസാണ് നമ്മൾ ഇതിനകത്ത് പഠിച്ചത്. മുതിർന്ന പൗരന്മാർക്കുള്ളത് തന്നെ നമ്മൾ ഒരുപാട് പഠിച്ചു. എല്ലാം ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോരുത്. വയോമിത്രവും വയോ അമൃതവും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവില്ല. വയോമിത്രം നമ്മുടെ ബ്രോ അപ്പാപ്പനെ ആലോചിക്കുക. ആ രീതിയിൽ ജസ്റ്റ് സിറ്റിയിലായിട്ട് ബന്ധപ്പെട്ടതാണെന്നുള്ള രീതിയിൽ ജസ്റ്റ് കണക്ട് ചെയ്യാം. ഇനി നമുക്ക് അടുത്ത ബെനിഫിഷ്യറിയുടെ നോക്കാം.
സോ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ്. അപ്പോൾ ഭിന്നശേഷി എന്ന് പറയുമ്പോൾ തന്നെ ഡിഫറെൻ്റ്ലി ഏബിൾഡ് അല്ലേ, പലതരത്തിലുള്ള കഴിവുകളുള്ള ആൾക്കാരാണ് ഭിന്നശേഷിക്കാർ. അപ്പം അവർക്ക് വേണ്ടിയിട്ട് എന്നാൽ പ്രത്യേക അവരുടെ സാഹചര്യം കൊണ്ട് പ്രത്യേക കെയറും ഒക്കെ ആവശ്യമുള്ളവരാണ്. അവർക്ക് വേണ്ടിയിട്ട് ഒരുപാട് പദ്ധതികളുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അപ്പം ഭിന്നശേഷിയുള്ളവർ ആരാണ്, എന്തൊക്കെ 2016 വികലാംഗരുടെ അവകാശങ്ങൾ നിയമത്തിലെ വ്യവസ്ഥകൾ പ്രകാരം ഏതൊക്കെ കാറ്റഗറിയിൽ അകത്ത് വരുന്നവരാണ് ഭിന്നശേഷിക്കാരെന്ന് ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഒരു 21 കാറ്റഗറി ഉണ്ട്. ഒരു നമ്പർ ജസ്റ്റ് മനസ്സിലുണ്ടായിക്കോട്ടെ. പലതരത്തിൽ ഇപ്പോൾ ആസിഡ് ആക്രമണ വിക്ടിംസ് എന്തിൻ്റെ ഭാഗമാണ്, ഭിന്നശേഷിക്കാർക്ക് വരുന്ന അവർക്ക് ലഭിക്കുന്ന സപ്പോർട്ട്, അവർക്ക് ലഭിക്കുന്ന സേവനങ്ങൾക്കൊക്കെ ആസിഡ് ആക്രമണ വിക്ടിം എന്ന് പറയുമ്പോൾ അവരും യോഗ്യരാണ്. പാർക്കിൻസൺ രോഗം, ഹിമോഫീലിയ, ഭാഷാവൈകല്യവും അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നേരിടുന്നവർ ഭിന്നശേഷിക്കാരാണെന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഏകദേശം 21 കാറ്റഗറി ഉണ്ടെന്നുള്ളത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോരോ സ്കീമായിട്ട് നോക്കാം. ആദ്യം നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ശ്രേഷ്ഠം പദ്ധതിയെക്കുറിച്ചിട്ടാണ്. എന്താണ്, കലയിലും കായിക രംഗത്തും അംഗവൈകല്യമുള്ളവരുടെ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിനുള്ളത് തന്നെയാണ്. അപ്പോൾ അത് തന്നെയാണ് അതിൻ്റെ ഡെഫിനേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ശ്രേഷ്ഠം. അപ്പോൾ ആർക്ക് വേണ്ടിയിട്ടുള്ളതാണെന്നുള്ളത് ആലോചിച്ച് വെക്കണം. വയോജനങ്ങളുടെ അത്ര കൺഫ്യൂഷൻ വരില്ല. കൂടുതലും എന്തുണ്ട്, വയോ എന്നുള്ളൊരു ടേം ഉണ്ട്. പിന്നെ മന്ദഹാസം എന്നുള്ളൊരു പേരിൽ നമ്മൾ അപ്പാപ്പന്മാർ ചിരിക്കണ ഒരു ഇമേജ് നമ്മുടെ മനസ്സിൽ വരികയാണെങ്കിൽ അത് നമുക്ക് ബുദ്ധിമുട്ടില്ല. അപ്പോൾ വയോ പേര് വരുന്നത് കൊണ്ട് നമുക്ക് പഠിക്കാൻ കുറച്ചും കൂടെ ഈസിയാണ് വയോജനങ്ങളുടെ. ഇപ്പോൾ ഭിന്നശേഷിക്കാരുടെയും ട്രാൻസ്ജെൻഡേഴ്സിൻ്റെയാണ് കുറച്ചധികം സ്കീമുകൾ ഉള്ളതും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പലർക്കും പോകുന്നതും. അപ്പം അങ്ങനെ മാറി പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ശ്രേഷ്ഠം പദ്ധതി ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്, ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. കലയിലും കായിക രംഗത്തും അംഗവൈകല്യമുള്ളവരുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതിനുള്ള പദ്ധതിയാണ് എന്ത്, ശ്രേഷ്ഠം പദ്ധതി. വളരെയധികം ശ്രേഷ്ഠമായിട്ടുള്ളൊരു പദ്ധതിയാണല്ലേ ഇത്. അപ്പോൾ ഒരു പേരിൽ തന്നെയുണ്ട് ശ്രേഷ്ഠം പദ്ധതി. കലയിലും കായിക രംഗത്തും അംഗവൈകല്യമുള്ളവരുടെ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിനുള്ള അത്രയും വിശിഷ്ടമായിട്ടുള്ള ഒരു പദ്ധതിയാണ് അല്ലേ. അപ്പോൾ ആ രീതിയിൽ ആലോചിക്കുക, ശ്രേഷ്ഠം പദ്ധതി. അടുത്തത് സഹജീവനം ഹെൽപ്പ് ഡെസ്ക്. അപ്പോൾ നമ്മൾ എൽഡേഴ്സിന് വേണ്ടിയിട്ട് എൽഡർ ലൈൻ ഹെൽപ്പ് ഡെസ്ക് പഠിച്ചല്ലേ. അതുപോലെ ഇനി ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഹെൽപ്പ് ഡെസ്ക് ആണ് എന്ത്, സഹജീവനം ഹെൽപ്പ് ഡെസ്ക്. സഹജീവനം പദ്ധതി ഭിന്നശേഷിക്കാർക്കുള്ള സേവനങ്ങൾ ഡോർ സ്റ്റെപ്പ് ഡെലിവറി ഉറപ്പാക്കുന്നതിനും ദുരിതകാലത്ത് അവർക്ക് സഹായവും മാനസിക പിന്തുണയും നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള സാമൂഹ്യനീതി വകുപ്പിൻ്റെ പദ്ധതിയാണ് സഹജീവനം ഹെൽപ്പ് ഡെസ്ക്. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ് സഹജീവനം ഹെൽപ്പ് ഡെസ്ക്. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് സ്നേഹയാനം സ്കീം ഫോർ മദേഴ്സ് ഓഫ് പേഴ്സൺസ് വിത്ത് സ്പെഷ്യൽ നീഡ്സ്. സ്നേഹയാനം, മാതൃയാനം പദ്ധതിനെ പറ്റിയിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ. അതുപോലെ തന്നെ സ്നേഹയാനം, അപ്പോൾ മാതൃയാനത്തോടൊപ്പം തന്നെ കുറച്ചും കൂടെ സ്നേഹവും കരുതലൊക്കെ ആവശ്യമുള്ള ആൾക്കാരാണ് ഭിന്നശേഷിക്കാരെന്ന് പറയുമ്പോൾ. അപ്പോൾ സ്നേഹയാനം അതുമായിട്ട് കണക്ട് ചെയ്ത് വെക്കുക. സ്നേഹയാനം സ്കീം ഫോർ മദേഴ്സ് ഓഫ് പേഴ്സൺസ് വിത്ത് സ്പെഷ്യൽ നീഡ്സ്. ഇങ്ങനെ ഭിന്നശേഷിക്കാരായിട്ടുള്ള അമ്മമാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് സ്നേഹയാനം പദ്ധതി. സോ സ്നേഹയാനം പദ്ധതി ഇവിടെ കൊടുത്തിട്ടുണ്ട്. സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഭിന്നശേഷിയുള്ളവരുടെ അമ്മമാർക്ക് സൗജന്യമായി ഇലക്ട്രിക് ഓട്ടോറിക്ഷകൾ നൽകുന്നതാണ് സ്നേഹയാനം. സ്നേഹയാനം എന്ന് പറയുമ്പോൾ നമുക്ക് എന്തെങ്കിലും യാത്രയായിട്ട് ബന്ധപ്പെട്ടതാണെന്നറിയാം. കുറച്ച് സ്നേഹം കരുതലും ആവശ്യമുള്ള ആൾക്കാരാണ് ഭിന്നശേഷിക്കാർ. അവരെ നോക്കുന്ന അമ്മമാർക്ക് അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇലക്ട്രിക് ഓട്ടോറിക്ഷകൾ നൽകുന്നതാണ് സ്നേഹയാനം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് PSCയുടെ ഫേവറേറ്റ് ആയിട്ടുള്ള മറ്റൊരു ഇൻഷുറൻസ് സ്കീമാണ്. ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഇൻഷുറൻസ് സ്കീമാണ് നിരാമയ ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം. ഓക്കെ, റിപ്പീറ്റഡ്ലി ചോദിക്കുന്നൊരു ഭാഗമാണ് നിരാമയ ഹെൽത്ത് ഇൻഷുറൻസ്. ഏത് കാറ്റഗറിക്കാണ് കൊടുക്കുന്നത്, ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, നിരാമയ പേര് ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണത്, ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് നിരാമയ എന്ന് പറയുന്നത്. നിരാമയ. ഓക്കെ, അപ്പോൾ വികലാംഗർക്ക് താങ്ങാനാവുന്ന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ്. 1 ലക്ഷം രൂപ വരെയാണ് പരിരക്ഷ നിരാമയ ആരോഗ്യ ഇൻഷുറൻസിന് കീഴിൽ വരുന്നത്. അപ്പോൾ ഇതിന് ഗുണഭോക്താവ് പ്രീമിയം തുകയായിട്ട് 500 രൂപയും, APL ആണെങ്കിൽ 500 രൂപ, BPL ആണെങ്കിൽ അതിൻ്റെ പകുതി 250 രൂപയും, പുതുക്കുന്നതിന് യഥാക്രമം പുതുക്കുന്നതിനുള്ളതൊന്നും അത്ര റിലവൻ്റ് അല്ല. പ്രീമിയം തുക 500 ആണ് APLന്, 250 BPL എന്നുള്ളത് അറിഞ്ഞിരിക്കുക. നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് സ്കീം ഭിന്നശേഷിയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ്. ഓക്കെ, ഇനി അതിജീവനം. അതിജീവനം എന്ന് പറഞ്ഞിട്ട് മറ്റൊരു പദ്ധതി ഉണ്ട്. നമ്മൾ അതിജീവനം കേരളീയം എന്താണെന്നുള്ളത് പഠിച്ചു. അതുപോലെ ഇനി സാമൂഹിക സുരക്ഷാ മിഷൻ്റെ നേതൃത്വത്തിലുള്ള അതിജീവനം പദ്ധതി, PWയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് അതിജീവനം പദ്ധതിയുണ്ട്. PWDകളെ മുഖ്യധാരയിലേക്കുള്ള ഒരു സമഗ്ര പദ്ധതിയാണ് അതിജീവനം. അപ്പോൾ എന്താണ് ചോദ്യം എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അതിന് അതിജീവനം കേരളീയമാണോ, ഉജ്ജീവനമാണോ, അതിജീവനമാണോ ചോദിക്കുന്നത് എന്താണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് വേണം
വേണം ആൻസറിലോട്ട് എത്താൻ. ഒരേ പേരുകളുള്ള ഇങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്, അതുകൊണ്ട് ശ്രദ്ധിച്ച് ആൻസറിലോട്ട് എഴുതാനായിട്ട്. ഓക്കെ, PWDകളെ മുഖ്യധാരയിലുള്ള ഒരു സമഗ്ര പരിപാടി എന്ന് പറയുമ്പോൾ സാമൂഹ്യനീതി വകുപ്പ് വികലാംഗരുടെ വികസനത്തിനും പുനരധിവാസത്തിനും എല്ലാം കൂടെ ഒരുപാട് കാര്യങ്ങൾ നോക്കുന്ന ഒരു സമഗ്രമായിട്ടുള്ള ഒരു പദ്ധതിയാണ് അതിജീവനം പദ്ധതി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്? ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ്. ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ടുള്ള അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പദ്ധതിയാണ് വിജയാമൃതം. പേര് കേൾക്കുമ്പോൾ വിജയാമൃതം എന്ന് പറയുമ്പോൾ വിജയമായിട്ട് ബന്ധപ്പെട്ട സ്റ്റുഡൻസിന് വേണ്ടി, വിജയിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇതാന്ന് വേണമെങ്കിൽ നമുക്ക് ഊഹിക്കാം അല്ലേ. അപ്പോൾ ഇതെന്താണ് ഈ പദ്ധതി? ഇത് ബിരുദം, തത്തുല്യ കോഴ്സുകൾ, ബിരുദാനന്തര പ്രൊഫഷണൽ കോഴ്സുകൾക്ക് തുല്യമായ ബിരുദാനന്തരം എന്നിവയിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ ഒറ്റത്തവണ ക്യാഷ് അവാർഡ് നൽകുന്നതാണ്. അപ്പോൾ വിജയാമൃതം പേരിൽ തന്നെയുണ്ട്. വിജയിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രോത്സാഹന സമ്മാനം ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ക്യാഷ് അവാർഡാണ്. ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തത് ഒരുപാട് സ്കീംസ് നോക്കിയത് സീനിയർ സിറ്റിസനും ഡിഫറെൻ്റ്ലി ഏബിൾഡും ഈ 2 കാറ്റഗറി ആയിട്ടുള്ളൂ. ഇനി സോഷ്യൽ ഡിഫൻസും ട്രാൻസ്ജെൻഡേഴ്സും ഉണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ സ്കീംസ് വരുന്നത് ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആണ് കേട്ടോ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത്. ബാക്കി 2 കൂടെ നമുക്ക് നോക്കാം. നമ്മളിനി നോക്കാൻ പോകുന്നത് സോഷ്യൽ ഡിഫൻസ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് പഠിക്കേണ്ട കാര്യം നോക്കുകയാണെങ്കിൽ ഒത്തിരി സ്കീംസ് ഇല്ല, നമുക്ക് പഠിക്കാൻ കുറച്ചും കൂടെ ഈസിയാണ്. സാമൂഹിക പ്രതിരോധത്തിനകത്ത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ള കുറച്ച് സ്കീമുകൾ. ഓക്കെ, അപ്പോൾ ഞാൻ അത്യാവശ്യം പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. നിങ്ങൾക്കൊന്ന് റീകളക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഒന്ന് ഇത് പഠിച്ചിട്ടില്ലെങ്കിൽ വെബ്സൈറ്റിൽ തന്നെ ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് വായിക്കാനായിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ ട്രാൻസിറ്റ് ഹോം എന്ന് പറഞ്ഞിട്ടുള്ളതാണ് നമുക്ക് ആദ്യം പഠിക്കാനുള്ളത്. ട്രാൻസിറ്റ് ഹോം എന്ന് പറയുമ്പോൾ നമുക്കറിയാം പല കാരണങ്ങൾ കൊണ്ട്, ഇപ്പോൾ പാസ്പോർട്ടിൻ്റെ ഇഷ്യൂ കാരണം, അല്ലെങ്കിൽ അങ്ങനെ നാട്ടിൽ ഫോറിൻസും നമ്മൾ ജയിലിലാക്കപ്പെടാം. ഓക്കെ, എന്തെങ്കിലും കുറ്റം ചെയ്തിട്ടാവാം, ഇല്ലീഗലായിട്ട് ഇങ്ങോട്ട് നുഴഞ്ഞു കയറി വന്നിട്ടാകും, ഭരണ കാരണം കൊണ്ട് നമ്മുടെ ഇപ്പോൾ നാടുകളിൽ ജയിലിലാവുന്ന ആൾക്കാരുണ്ട്, വിദേശികളുണ്ട്. അപ്പം അവർ കുറച്ച് ടെമ്പററി പീരീഡിലേക്ക്, അവർക്ക് ഫോറിലോട്ട് തിരിച്ചു പോകുന്നവരെ അവർ ടെമ്പററി പീരീഡിലേക്ക് അങ്ങനെ ഒരു ഹോമിലോട്ട് മാറ്റണം അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഹോമുകളെയാണ് എന്തെന്ന് പറയുന്നത്? ട്രാൻസിറ്റ് ഹോം എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ടെമ്പററി പീരീഡിലോട്ട് വിദേശികളെ പിന്നീട് അവരുടെ ഒറിജിനിലേക്ക് കയറ്റി അയക്കും. അങ്ങനെ ഒരു ടെമ്പററി പീരീഡിലേക്ക് താമസിപ്പിക്കാനുള്ള ഹോമുകളാണ് ട്രാൻസിറ്റ് ഹോം എന്ന് പറയുന്നത്. ട്രാൻസിറ്റ് ഹോം. ഓക്കെ, അപ്പോൾ സാമൂഹിക പ്രതിരോധത്തിനകത്ത് വരുന്നതാണ് സ്കീമുകളാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. ഇനി മിത്രം പദ്ധതി. അപ്പോൾ നമുക്കറിയാം ഈ ജയിലിൽ നിന്നൊക്കെ വന്നിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവർ ചിലപ്പം കുറേ കാലമൊക്കെ ജയിലിലാണെങ്കിൽ അവർക്ക് അങ്ങനെ ഒരുപാട് കഴിവുകളൊന്നും ഉണ്ടായിരിക്കില്ല. ഇനി കഴിവുകളുണ്ടെങ്കിൽ തന്നെ അവർക്ക് ജോലി കിട്ടാനും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. അപ്പം എന്തെങ്കിലും തൊഴിൽ നൈപുണ്യം അവരെ ഒന്ന് പരിശീലിപ്പിക്കുകയാണെങ്കിൽ അവർക്ക് ഇനിയും ജോലിക്കുള്ള സാധ്യതകളുണ്ട്. ജീവിതം അവിടെ കൊണ്ട് അവസാനിച്ചിട്ടില്ല അല്ലേ. പലരും സാഹചര്യം കൊണ്ട് കുറ്റം ചെയ്തു പോകുന്നവരും ഒക്കെ ഉണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് തൊഴിൽ നൈപുണ്യ പരിശീലനം നൽകുന്ന പദ്ധതിയാണ് എന്ത്? മിത്രം പദ്ധതി. ഓക്കെ, ഇനി ജീവനം. ഇനി അടുത്ത പദ്ധതിയുടെ പേരെന്താണ്? ജീവനം. ഇതെന്ന് പറയുമ്പോൾ നൈപുണ്യ പരിശീലനമാണ് മിത്രം പദ്ധതി. ജീവനം എന്ന് പറയുമ്പം അത് ആർക്കാണ് ലഭിക്കുന്നത്? ഈ കുറ്റം ഒരാൾ ചെയ്തു എന്ന് വയ്ക്കാം, മനഃപൂർവ്വം ഒരാളെ കൊന്നു എന്ന് പറയുമ്പോൾ അവിടെ ഒരു കുടുംബത്തിനുണ്ടാകുന്ന നഷ്ടമുണ്ടല്ലേ. അയാളുടെ ജീവൻ പോയി, ഒന്നെങ്കിൽ കൊന്നു, അല്ലെങ്കിൽ അത്രയ്ക്കും ബ്രൂട്ടലി എന്തെങ്കിലും കൈയും കാലും ഒടിച്ചിടുക, അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നമൊക്കെ വരാം. അതായത് ആ ഒരു കുടുംബത്തിൻ്റെ അത്താണിയായിട്ടുള്ള വ്യക്തിക്കായിരിക്കും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ. മറ്റൊരാൾ കുറ്റം ചെയ്തത് വഴിയിട്ട് ഇതിൻ്റെ വിക്ടിംസ് ഉണ്ട് അല്ലേ, ഇരകൾക്കുണ്ട്. അങ്ങനെ കുറ്റകൃത്യത്തിന് ഇരയായവർക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരുടെ ആശ്രിതർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്വയം തൊഴിൽ പദ്ധതിയാണ് എന്ത്? ജീവനം എന്ന് പറയുന്നത്. അപ്പോൾ ജീവനം, അവർക്കും ജീവിക്കണം, ഇരകൾക്കും ജീവിക്കണം. മേ ബി ഇരകൾക്കാണ് കുറച്ചും കൂടെ ഒരു സഹായം ആവശ്യമുള്ളത് അല്ലേ. ഒരു കുറ്റം ചെയ്യാണ്ട് പ്രശ്നത്തിലേക്ക് വന്ന ആൾക്കാരാണത്. അപ്പോൾ കുറ്റകൃത്യത്തിന് ഇരയായവരുടെ ആശ്രിതർക്ക് സ്വയം തൊഴിൽ പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത്? ജീവനം. ഓക്കെ, ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാറുള്ളതാണ് തണലിടം, പ്രൊബേഷൻ ഹോം. തണലിടം. അപ്പം ഈ കുറ്റം ചെയ്തവരെ ഈ പറഞ്ഞ മാതിരി നമ്മൾ നേരത്തെ ആശാഭവനെ കുറിച്ച് പറഞ്ഞല്ലേ. ആശാഭവൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മെൻ്റലി പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ള ആൾക്കാരെ അവർ റിക്കവർ ആയിട്ടുണ്ടെങ്കിലും ഒരു പക്ഷേ അവരുടെ വീട്ടുകാരൊന്നും തിരിച്ച് ചിലപ്പോൾ എടുത്തു എന്ന് വരില്ല. അങ്ങനെയുള്ള ആൾക്കാരെയാണ് നമ്മൾ ആശാഭവനിലൂടെ സംരക്ഷിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ തണലിടും ഇതുപോലെ ജയിലിൽ ഒരാൾ പോയിന്നുണ്ടെങ്കിൽ പിന്നെ ചിലപ്പോൾ അവരെ ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് സമൂഹം തയ്യാറാവില്ല. തൻ്റെതായ കാരണത്താലോ ആണെങ്കിലോ അല്ലെങ്കിലും സമൂഹം തയ്യാറാവില്ല. അപ്പോൾ അങ്ങനെ അവർക്ക് അവരെ അധിവസിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹോമാണ് തണലിടം, പ്രൊബേഷൻ ഹോം എന്ന് പറയുന്നത്. തണലിടം. ഓക്കെ, അപ്പോൾ ഇതൊക്കെ സാമൂഹിക പ്രതിരോധം എന്നൊരു കാറ്റഗറിയിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്കീംസ് ആണ്.
ഇനി നേർവഴി എന്ന് പറഞ്ഞിട്ട് ഉള്ളൊരു പ്രോഗ്രാമാണ്. നേർവഴിക്ക് നയിക്കുക, ആ പേരിൽ തന്നെ ഉണ്ട്, നേർവഴിക്ക് നയിക്കുക. അപ്പം ചിലപ്പം ചെറിയ കുറ്റങ്ങൾ ചെയ്തിട്ടുണ്ടാവും, 18 മുതൽ 21 വയസ്സുള്ളതൊക്കെ ആണെങ്കിൽ അത്രയും സീരിയസ് ആയിട്ടുള്ള കുറ്റങ്ങളൊക്കെ ചെയ്യാതിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാകും. അപ്പോൾ അവർക്കൊരു ഒന്നും കൂടെ അവരെ പ്രോപ്പറായിട്ട് അവർക്ക് ബോധവൽക്കരണമൊക്കെ കൊടുക്കുകയാണെങ്കിൽ അവർ നേരായ വഴിയിലോട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം അങ്ങനത്തെ പ്രൊബേഷൻ സംവിധാനത്തിൻ്റെ നവീകരണവും ശക്തിപ്പെടുത്തലും ഉൾക്കൊള്ളുന്ന പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത് നേർവഴി. കുറേയൊക്കെ ആ പേരിൽ തന്നെ ഉണ്ട്, അങ്ങനെ കണക്ട് ചെയ്താൽ മതി, നേർവഴി. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു കാറ്റഗറി ട്രാൻസ്ജെൻഡേഴ്സും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ ഈ സൈറ്റിലത്തെ നമ്മളെല്ലാം നോക്കിക്കഴിയും. സോ ഇനി ട്രാൻസ്ജെൻഡേഴ്സിന് അകത്ത് വരുന്ന പദ്ധതികളാണ്, അവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികളാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, ട്രാൻസ്ജെൻഡേഴ്സ്, അപ്പോൾ മഴവില്ല് എന്നതിനകത്താണ് ഒരുപാട് പദ്ധതികൾ വരുന്നത് ട്രാൻസ്ജെൻഡേഴ്സ്. അപ്പോൾ നമുക്കറിയാം ഇന്ത്യയിൽ ആദ്യമായിട്ട് ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടിയിട്ടൊരു പോളിസി, ഒരു നയം രൂപീകരിച്ച സംസ്ഥാനമാണ് ഏത്? കേരളം. അങ്ങനൊരു നേട്ടം കൂടെ കേരളത്തിനുണ്ട്. അപ്പം പ്രധാനമായിട്ടും ഈ ട്രാൻസ്ജെൻഡേഴ്സ് നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളികൾ എന്ന് പറയുമ്പം കൂടുതലും അവർ സമൂഹം അവർ അംഗീകരിക്കുന്നില്ല അല്ലേ. അപ്പം ഫിനാൻഷ്യൽ രീതിയിലുള്ള സപ്പോർട്ടുകളാണ് കൂടുതൽ. നമ്മളിങ്ങനെ സ്കീംസ് പഠിക്കാൻ വേണ്ടിയിട്ടൊരു കണക്ഷന് വേണ്ടിയിട്ട് പറയുകയാണ്. നമുക്ക് എല്ലാവരുടെയും ഒരു സ്നേഹത്തിന് വേണ്ടിയിട്ടുള്ള ആ രീതിയിലുള്ള ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ടുള്ള സ്കീംസും പിന്നെ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ്. കാരണം അങ്ങനെ ഒരു ട്രാൻസ്ജെൻഡർ ആണെന്ന് പറയുമ്പോൾ വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെടുന്നവരും സമൂഹത്തിലെ അക്സെപ്റ്റൻസ് കിട്ടാത്തത് കൊണ്ടും ഫിനാൻഷ്യലി ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ ഉണ്ട്. മാനസികമായിട്ടുള്ള പിരിമുറുക്കങ്ങളും എല്ലാം ഉണ്ട്. എങ്കിലും കൂടുതലും നമ്മൾ സ്കീംസിലോട്ട് വരുമ്പോൾ ഫിനാൻസുമായിട്ടുള്ള പദ്ധതികൾ കൂടുതൽ എവിടെ വരുന്നുണ്ട്? ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ അകത്തുള്ള സ്കീമിൽ വരുന്നുണ്ട്. ആദ്യത്തെ സ്കീം നമുക്ക് നോക്കാം, യത്നം പദ്ധതി. യത്നം, നമ്മളെല്ലാവരും പ്രയത്നിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു ജോലിക്ക് വേണ്ടിയിട്ടാണ് അല്ലേ. അപ്പോൾ സർക്കാർ ജോലിക്ക് വേണ്ടിയിട്ടാണെന്ന് വേണമെങ്കിൽ പറയാം. സോ ഇവിടെ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഭിന്നലിംഗക്കാർക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത്? യത്നം പദ്ധതി എന്ന് പറയുന്നത്. ഇനി സാകല്യം പദ്ധതി ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് തൊഴിൽ പരിശീലന പദ്ധതിയാണ്. എന്ത്? സാകല്യം. പ്രത്യേകിച്ച് അങ്ങനെ ഒരു കോഡൊന്നും കിട്ടിയില്ല. സാകല്യം പദ്ധതി ട്രാൻസ്ജെൻഡേഴ്സ് വ്യക്തികൾക്ക് തൊഴിലിനുള്ള പരിശീലനം. ഇനി കരുതൽ പദ്ധതി. അപ്പോൾ നമ്മൾ വയോരക്ഷ പഠിച്ചു, അടിയന്തര ഘട്ടങ്ങളിൽ ഉള്ള സഹായത്തിന് വേണ്ടിയിട്ടുള്ളതാണ് വയോജനങ്ങൾക്ക്. പരിരക്ഷ പഠിച്ചു, ഭിന്നശേഷിക്കാർക്ക് അടിയന്തര ഘട്ടത്തിലുള്ള സഹായം. അതുപോലെ തന്നെ ഭിന്നലിംഗക്കാർക്കും അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡേഴ്സിന് ഇതുപോലെ എമർജൻസി സിറ്റുവേഷനിലൊക്കെ അവർക്ക് സഹായം എത്തിക്കുന്നതിനുള്ള പദ്ധതിയാണ് ഏത്? കരുതൽ പദ്ധതി. ഭിന്നലിംഗക്കാർക്കായിട്ടുള്ള കരുതൽ പദ്ധതി. ഓക്കെ, ഇനി വർണ്ണം പദ്ധതി. വർണ്ണം എന്നുള്ളൊരു പേര് മഴവിൽ എന്നുള്ളൊരു ടേമുമായിട്ട് ഓർത്തിണക്കിയിട്ട് നമുക്കത് ട്രാൻസ്ജെൻഡേഴ്സും ആയിട്ടാണ് കണക്ട് ചെയ്തതെന്ന് ഓർക്കാനായിട്ട് ബുദ്ധിമുട്ടൊന്നുമില്ല അല്ലേ. മഴവില്ലിൽ പല വർണ്ണങ്ങൾ ചേർന്നതാണ് മഴവില്ല്. അതുപോലെ വർണ്ണം പദ്ധതി ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടിയുള്ള പദ്ധതിയാണ്. വിദൂര വിദ്യാഭ്യാസ കോഴ്സുകൾ പഠിക്കുന്ന ട്രാൻസ്ജെൻഡർ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് ഏത്? വർണ്ണം പദ്ധതി. കൂടുതലും ഇതിലെല്ലാ പദ്ധതികളും ഫിനാൻഷ്യൽ അസിസ്റ്റൻസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. വർണ്ണം പദ്ധതി. ഇനി പ്രൊഫഷണൽ കോഴ്സുകൾ പഠിക്കുന്ന ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് സഫലം പദ്ധതി. പ്രൊഫഷണൽ കോഴ്സുകൾ പഠിക്കുന്ന ട്രാൻസ്ജെൻഡർ വിദ്യാർത്ഥികൾക്ക് വേണ്ടി അവരുടെ ആഗ്രഹം സഫലീകരിക്കുകയാണ്. പ്രൊഫഷണൽ കോഴ്സുകൾ പഠിക്കുന്നത്. ഓക്കെ, അങ്ങനെ കണക്ട് ചെയ്യുക. സഫലം പദ്ധതി. പിന്നെ സമന്വയ തുടർ വിദ്യാഭ്യാസ പദ്ധതി. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്കൂൾ കാലഘട്ടം തൊട്ടേ ഇങ്ങനെ പ്രശ്നം അനുഭവിക്കുന്നവരും സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ പറ്റാത്തവരൊക്കെയുണ്ട്. അപ്പോൾ അങ്ങനെ വിദ്യാഭ്യാസം ലേറ്റർ സ്റ്റേജിലായാലും വിദ്യാഭ്യാസം കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കേരളത്തിൻ്റെ സാക്ഷരതാ മിഷനും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു സോഷ്യൽ സെക്യൂരിറ്റി മിഷനും സാക്ഷരതാ മിഷനും ചേർന്നിട്ടുള്ള ഒരു പദ്ധതിയാണ് ഏത്? സമന്വയ തുടർ വിദ്യാഭ്യാസ പദ്ധതി. അപ്പോൾ നമ്മൾ ഏത് കാറ്റഗറിക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇപ്പോൾ പറയുന്നത്? ഭിന്നലിംഗക്കാർ അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടിയിട്ടുള്ള പദ്ധതികളാണ് പറയുന്നത്. ഓക്കെ, യത്നം പദ്ധതി, സാകല്യം പദ്ധതി, കരുതൽ പദ്ധതി, വർണ്ണം പദ്ധതി, സഫലം പദ്ധതി, സമന്വയ തുടർ വിദ്യാഭ്യാസ പരിപാടി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ പേരുകൾ പറയുന്നതാണ് എടുത്തെടുത്ത് PSC ചോദിക്കാറ്. അതുകൊണ്ടാണ് നമ്മളത് സെലക്ട് ചെയ്തിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത്. ഓക്കെ, ഇത്രയുമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്കീംസ് എന്ന് പറയുന്നത്. സെക്യൂരിറ്റി മിഷൻ്റെ അകത്ത് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്കീംസാണ് എല്ലാം. ഒന്നുകൂടെ നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് വായിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി നമുക്ക് തിരിച്ച് PSC ബുള്ളറ്റിലത്തെ ബാക്കി സ്കീംസും കൂടെ നോക്കാം.
സോ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും ഇതും, പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് അല്ലെങ്കിലും ബ്രേക്ക് എടുത്തിട്ടാണെങ്കിലും നിങ്ങൾ മുഴുവൻ കണ്ട് തീർക്കാനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ നമ്മൾ തുടക്കം മാത്രം കണ്ടിട്ട് പോയിട്ട് അയ്യോ വീഡിയോയുടെ പകുതിക്ക് ശേഷമുള്ള സ്കീമാണ് എക്സാമിന് ചോദിച്ചതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത്ര ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് ഇത് പിന്നെയും പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തത് നോക്കാം. ഇനി നമ്മൾ എൻ്റെ കൂടെന്ന് പറഞ്ഞിട്ട് വിമൻ ആൻഡ് ചൈൽഡ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അവിടെ പോയി, സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ്റെ അവിടെ പോയി കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കി. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് IT അറ്റ് സ്കൂൾ. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവുകയും ചെയ്യും. വിദ്യാലയങ്ങളിൽ വിവരസാങ്കേതിക വിദ്യ അധിഷ്ഠിതമാക്കി അധ്യയന രീതി ആവിഷ്കരിക്കുന്നതിനുള്ള പദ്ധതിയാണ് ഇത് IT അറ്റ് സ്കൂൾ. ഓക്കെ, ഇനി ഒരു നെല്ലും ഒരു മീനും. കുട്ടനാട്ടിലെ കോൾ നിലയങ്ങളിൽ നെൽകൃഷിക്കൊപ്പം മത്സ്യകൃഷിയും നടത്തുന്ന പദ്ധതിയാണ്. ആ പേര് തന്നെ അന്വർത്ഥമാക്കുന്ന കറക്റ്റായിട്ടുള്ള പേരാണല്ലേ, ഒരു നെല്ല് ഒരു മീൻ. ഓക്കെ, കോൾ നിലയങ്ങളിൽ നെൽകൃഷിക്കൊപ്പം അതിൻ്റെ കൂടെ മത്സ്യകൃഷിയും നടത്താം അല്ലേ, നല്ല കാര്യമാണ്. അപ്പോൾ ഒരു നെല്ലും ഒരു മീനും. അടുത്തത് ഒരുമ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാറുള്ളതാണ്. ഒരുമ ആപ്ലിക്കേഷനെ കുറിച്ച് ചോദിക്കാറുണ്ട്. കേരള വിദ്യുത് ശക്തി ബോർഡിൻ്റെ ഓൺലൈൻ സംവിധാനമാണ് ഒരുമ എന്ന് പറയുന്നത്. ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലുള്ള പദ്ധതിയാണ്, സംവിധാനമാണ് എന്ന് പറയുന്നത് ഒരുമ എന്ന് പറയുന്നത്. എക്സാംസിന് ചോദിക്കാറുണ്ട്. ഇനിയും ഒരുപാട് സ്കീംസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഈ PDF നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഷെയർ ചെയ്യാം. ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് താഴെ കൊടുത്തേക്കാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്ന് എനിക്ക് തോന്നുന്നത്, ഇതിലെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, ഏതാണ് ചോദിക്കാമെന്ന് അറിയില്ല, എങ്കിലും നമ്മൾ സെലക്റ്റീവായിട്ട് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പറഞ്ഞു പോവുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ റിപ്പീറ്റഡ്ലി ഇങ്ങനെ കൺഫ്യൂഷനും കൂടി ഉള്ളതാണ്. ഈ ഗോത്ര വെച്ച് വരുന്ന കുറച്ചുണ്ട്, PSC ചോദിക്കാറുണ്ട്. ഗോത്ര ബന്ധു, ഗോത്ര സാരഥി, ഗോത്ര ജ്യോതി. ഓക്കെ, അപ്പോൾ ഗോത്ര ബന്ധു എന്താണ് അവിടെ പറയുന്നത്? നമുക്കറിയാം ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെ, ആദിവാസി വിഭാഗങ്ങളിലെ കുട്ടികളുടെ ഉന്നമനത്തിന് വേണ്ടി എന്താണ് ചെയ്യുന്നത്? ആ ആദിവാസി വിഭാഗത്തിലെ കുട്ടികളെ തന്നെ, യുവാക്കളെ തന്നെ, അവർ എഡ്യൂക്കേറ്റഡ് ആണെങ്കിൽ അവരെ തന്നെ പ്രൈമറി സ്കൂളുകളിൽ മെൻറ്റർമാരായിട്ട്, ടീച്ചർമാരായിട്ട് നിയോഗിക്കുകയാണ്. ഓക്കെ, ഗോത്രബന്ധു. അപ്പം ഗോത്ര വിഭാഗത്തിൽപ്പെട്ട അഭ്യസ്തവിദ്യരായ യുവാക്കളെ തന്നെ പ്രസ്തുത സ്കൂളുകളിൽ ടീച്ചേഴ്സായിട്ട്, മെൻറ്റേഴ്സായിട്ട് അപ്പോയിൻ്റ് ചെയ്യാണ്. അതാണ് ഗോത്രബന്ധു. അവരുടെ ഇടയിൽ തന്നെ ബന്ധുവിനെ തന്നെ ടീച്ചറായിട്ട് നിയമിക്കുക. ആ രീതിയിൽ ആലോചിക്കുക, ഗോത്രബന്ധു. അടുത്തത് ഗോത്രസാരഥി. ആ പേരിൽ തന്നെയുണ്ട് ഗോത്രസാരഥി എന്ന് പറയുമ്പോൾ ആദിവാസി ഊരുകളിൽ നിന്ന് കുട്ടികളെ സ്കൂളിലെത്തിക്കാനുള്ള, അതൊരു സാരഥി, സ്കൂളിലെത്തിക്കാനുള്ള കേരള സർക്കാരിൻ്റെ പദ്ധതിയാണ് ഇത്, ഗോത്രസാരഥി. ഇമ്പോർട്ടൻ്റ് ആണ്. ഗോത്രജ്യോതി പട്ടികവർഗ യുവജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടുള്ള കേരള സർക്കാരുടെ പദ്ധതിയാണ് ഗോത്രജ്യോതി. അടുത്തത് മാതൃയാനം ഇമ്പോർട്ടൻ്റ് ആണ്. പ്രസവത്തിനു ശേഷം മാതാവിനെയും കുഞ്ഞിനെയും തിരികെ വീട്ടിലെത്തിക്കുന്ന പദ്ധതിയാണ് ഇത്, മാതൃയാനം പദ്ധതി. നമ്മൾ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള അവരുടെ പഠിച്ചപ്പോൾ നമ്മൾ അവിടെ സ്നേഹയാനം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇലക്ട്രിക് ഓട്ടോകൾ കൊടുക്കുന്ന ഒരു പദ്ധതിയാണ് സ്നേഹയാനം എന്ന് പറയുന്നത് അല്ലേ. മിത്ര ചോദിക്കാറുള്ളതാണ്. മിത്ര 181 അടിയന്തര ഘട്ടങ്ങളിൽ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഹെൽപ്പ് ലൈൻ നമ്പറാണ് ഇത് 181 എന്ന് പറയുന്നത്. ഓക്കെ, 181 എന്ന് പറയുന്നൊരു ടോൾ ഫ്രീ നമ്പറാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ടോൾ ഫ്രീ നമ്പർ പഠിച്ചു. 1098 ആണെങ്കിൽ ചൈൽഡ് ലൈൻ ഹെൽപ്പ് നമ്പറാണ്. എൽഡർ ലൈൻ ആണെങ്കിൽ എത്രയാണ്? 145667 ആണെങ്കിൽ എൽഡർ ലൈൻ. 181 ആണെങ്കിൽ എന്താണ്? സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ലൈൻ നമ്പറാണ്. ഓക്കെ, ഇനി മെഡിസെപ്പ് PSC ചോദിക്കാറുള്ള ഇൻഷുറൻസ് പദ്ധതിയാണ്. ഇനി സർക്കാർ ജോലി വൺസ് കിട്ടിക്കഴിഞ്ഞാൽ, നേടിക്കഴിഞ്ഞാൽ കിട്ടാൻ പോകുന്നൊരു ഇൻഷുറൻസ് ആണ് അല്ലേ, മെഡിസെപ്പ്. മെഡിക്കൽ ഇൻഷുറൻസ് ടു സ്റ്റേറ്റ് ഗവൺമെൻറ് എംപ്ലോയീസ് ആൻഡ് പെൻഷനേഴ്സ് എന്നാണ് പൂർണ്ണരൂപം. മെഡിക്കൽ ഇൻഷുറൻസ് ഫോർ സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് പെൻഷനേഴ്സ്, മെഡിസെപ്പ്. ഓക്കെ, ഇനി മൃതസഞ്ജീവനി സിമ്പിളായിട്ടുള്ള സ്കീമാണ്, ചോദിക്കാറുണ്ട്. മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവങ്ങൾ ദാനം ചെയ്യാനുള്ള സംസ്ഥാന ആരോഗ്യ വകുപ്പിൻ്റെ പദ്ധതിയാണിത്, മൃതസഞ്ജീവനി. ഇനി കുറേയൊക്കെ നമ്മൾ നോക്കിയിട്ടുള്ളതാണ്. മംഗല്യം നമ്മൾ പറഞ്ഞല്ലേ, വിമൻ ആൻഡ് ചൈൽഡിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നമ്മൾ കണ്ടു. വിധവകൾ, വിവാഹമോചിതരായിട്ടുള്ള സ്ത്രീകൾ എന്നിവർക്ക് വേണ്ടിയിട്ടുള്ള പുനർവിവാഹ ധനസഹായ പദ്ധതിയാണ് ഇത്, മംഗല്യ. കല്യാണവുമായി ബന്ധപ്പെട്ടതാണെന്നറിയാം. ആരുടെയാണ്? ഒന്ന് വിവാഹം കഴിഞ്ഞ് ഡിവോഴ്സ് ആയിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ഹസ്ബൻഡ് മരിച്ചുപോയ വിധവകൾക്ക് വേണ്ടിയിട്ടുള്ള പുനർവിവാഹ ധനസഹായ പദ്ധതി, മാംഗല്യ. മിഠായി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. 18 വയസ്സിന് താഴെയുള്ള പ്രമേഹ രോഗികളായ കുട്ടികൾക്കുള്ള സൗജന്യ ചികിത്സ. ഓക്കെ, ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്, നമുക്കിവിടെ കാണാം ലൈഫ്. അപ്പോൾ ലൈഫ് മിഷനും മറ്റേ നവകേരള മിഷൻ്റെ അകത്ത് വരുന്നത് എല്ലാം കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കണം. ലൈഫ് ജസ്റ്റ് ഒന്ന് പറയാം, കേരള സർക്കാരിൻ്റെ സമ്പൂർണ്ണ പാർപ്പിട പദ്ധതിയാണ്. ഭൂരഹിതർക്കും ഭവനരഹിതർക്കും 5 വർഷം കൊണ്ട് ഏകദേശം 4.30 ലക്ഷം അടച്ചുറപ്പുള്ള വീട് നിർമ്മിക്കുകയാണ് ലൈഫ് മിഷൻ്റെ ലക്ഷ്യമായിട്ട് പറയുന്നത്. ഓക്കെ,
ഇനി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് വയോമിത്രം പദ്ധതി. നമ്മൾ പറഞ്ഞു വയോമിത്രം എവിടെയാണ്? കോർപ്പറേഷൻ, മുനിസിപ്പലിലൊക്കെയുള്ള 65 വയസ്സിന് മുകളിലുള്ള പ്രായമായവർക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് അല്ലേ. ശാരീരികവും മാനസികവും സാമൂഹികവുമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നതിനാണ് വയോമിത്രം പദ്ധതി. സാമൂഹിക നീതിയാണ്, നീതി വകുപ്പാണ് ഇത് നടപ്പിലാക്കുന്നത്. വയോമധുരം ഗ്ലൂക്കോമീറ്റർ അല്ലേ, BPL കുടുംബത്തിൽപ്പെട്ടിട്ടുള്ള ആൾക്കാർക്ക്, പ്രായമായവർക്ക് ഗ്ലൂക്കോമീറ്റർ സൗജന്യമായിട്ട് നൽകുന്ന പദ്ധതിയാണ് വയോമധുരം. പിന്നെ വാത്സല്യനിധി, ഇപ്പം LD ക്ലർക്ക് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ് ഈ വാത്സല്യനിധി പദ്ധതി അല്ലേ. നിർധനരായ പട്ടികജാതി ദമ്പതികൾക്ക് ജനിക്കുന്ന പെൺകുട്ടിയുടെ പേരിൽ പട്ടികജാതി ക്ഷേമ വകുപ്പ് 50,000 രൂപ LICയിൽ നിക്ഷേപിക്കുന്നു. വാത്സല്യനിധി 18 വയസ്സ് പൂർത്തിയാകുമ്പോൾ പലിശ സഹിതം ഇത് ലഭിക്കുന്ന പദ്ധതിയാണ് വാത്സല്യനിധി പദ്ധതി. ഓക്കെ. വിമുക്തി ചോദിക്കാറുള്ളതാണ്. എക്സസൈസ് വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ലഹരി മയക്കുമരുന്ന് വർജന ബോധവൽക്കരണ പരിപാടിയാണ് വിമുക്തി. ഇമ്പോർട്ടൻ്റ് ആണ്, പേരിൽ നിന്നും തന്നെ നമുക്ക് അറിയാവുന്നതാണ് വിമുക്തി അല്ലേ. അതിൽ നിന്ന് മോചനം ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബോധവൽക്കരണ പരിപാടിയാണ് വിമുക്തി എന്ന് പറയുന്നത്. വിജയാമൃതം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. വിജ്ഞാൻവാടി പട്ടികജാതി കോളനികളോടനുബന്ധിച്ച് ഇൻ്റർനെറ്റ് സൗകര്യത്തോട് കൂടിയിട്ട് കമ്പ്യൂട്ടർ ലൈബ്രറി, വായനാശാല എന്നിവ സജ്ജീകരിക്കുന്ന പദ്ധതിയാണ് വിജ്ഞാൻവാടി എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ വിദ്യാജ്യോതിയും വിദ്യാകിരണും എന്താണെന്നൊക്കെ പറഞ്ഞു, രണ്ടും തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞു. വിദ്യാജ്യോതി എന്തായിരുന്നു? ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് പഠനോപകരണങ്ങളും യൂണിഫോമും ഒക്കെ പ്രദാനം ചെയ്യുന്നതാണ് വിദ്യാജ്യോതി. വിദ്യാകിരണം എന്തായിരുന്നു? അച്ഛനമ്മമാർക്ക്, അച്ഛനോ അമ്മയ്ക്കോ അല്ലെങ്കിൽ രണ്ടുപേർക്കും അവർക്ക് ഭിന്നശേഷിക്കാരാണെങ്കിൽ അവരുടെ മക്കൾക്ക് പഠനത്തിനുള്ള സഹായമൊക്കെ നൽകുന്നതാണ് വിദ്യാകിരണം പദ്ധതി. അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത്. ഓക്കെ. ഇനി ശ്രുതി തരംഗം, ശ്രവണ വൈകല്യമുള്ള 5 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്ക് സമ്പൂർണ്ണ കോക്ലിയർ ഇംപ്ലാന്റേഷനിലൂടെ ശ്രവണശേഷി ലഭ്യമാക്കുന്ന ചികിത്സയാണ് ശ്രുതി തരംഗം. ഓക്കെ. ഇപ്പോൾ ശ്രുതി തരംഗം നമ്മൾ പാട്ടൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് കേൾക്കുകയാണല്ലേ ചെയ്യുക. പാട്ടൊക്കെ നമുക്ക് കേൾക്കുകയാണ്. അപ്പോൾ ശ്രവണവുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് ആലോചിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. 5 വയസ്സിന് താഴെയുള്ള സമ്പൂർണ്ണ കോക്ലിയർ ഇംപ്ലാന്റേഷന് വേണ്ടിയിട്ടുള്ളതാണ് ശ്രുതി തരംഗം പദ്ധതി എന്ന് പറയുന്നത്. അടുത്തത് സ്വാശ്രയ. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, ഭിന്നശേഷിയോ എന്തെങ്കിലും ബുദ്ധിവൈകല്യമോ ഉള്ള കുട്ടികളുടെ മാതാപിതാക്കൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സാമൂഹിക നീതി വകുപ്പിൻ്റെ ഒറ്റത്തവണ ധനസഹായ പദ്ധതിയാണ് ഇത് സ്വാശ്രയ. ഇതൊക്കെ ചോദിക്കാറുള്ളതാണ്, അതുകൊണ്ടാണ് പിന്നെയും നമ്മൾ എടുത്തു പറയുന്നത്. ഇനി ഹരിത കേരളം മിഷൻ, നമ്മൾ പറഞ്ഞ പോലെ നവകേരള മിഷൻ വരുന്ന എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ശുചിത്വ മാലിന്യീകരണ സംസ്കരണം, മണ്ണ് ജലസംരക്ഷണം, ജൈവ കൃഷിക്ക് പ്രാമുഖ്യം കൊടുത്തുകൊണ്ടുള്ള കൃഷി വികസനം എന്നീ 3 മേഖല. ഏതൊക്കെയാണ് 3 മേഖല എന്നുള്ളത് മുന്നേ ചോദിച്ചിട്ടുണ്ട്. ശുചിത്വ മാലിന്യ സംസ്കരണം, മണ്ണ് ജല സംരക്ഷണം, ജൈവ കൃഷി. ഇതല്ലാണ്ട് വേറൊന്നും കൂടെ തന്നിട്ട് മുന്നേ ചോദിച്ചിട്ടുണ്ട്, നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ചോദ്യമാണ്. അങ്ങനെ ഈ 3 മേഖലകൾക്ക് ഊന്നൽ നൽകിക്കൊണ്ട് ഉള്ള പദ്ധതിയാണ് ഹരിത കേരള മിഷൻ എന്ന് പറയുന്നത്. ഇനിയും ഈ സ്നേഹ വെച്ചിട്ടുള്ള കുറേ സ്കീംസ് നമുക്ക് പഠിക്കാനുണ്ടല്ലേ. അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോവാറുമുണ്ട്. അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ച് പഠിക്കേണ്ടതാണ്. ഇതും കൂടെ കഴിഞ്ഞാൽ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവസാനിപ്പിക്കും. ഓക്കെ. അപ്പോൾ ശ്രദ്ധിച്ചിരിക്കുക. സ്നേഹപൂർവ്വം പദ്ധതി. സ്നേഹപൂർവ്വം പദ്ധതി എന്ന് പറയുമ്പോൾ മാതാപിതാക്കളിൽ ഒരാൾ മരിച്ചിരിക്കുകയും ജീവിച്ചിരിക്കുന്ന ആൾക്ക് കുട്ടികളെ സംരക്ഷിക്കാൻ സാമ്പത്തിക സ്ഥിതി ഇല്ലാണ്ടാവുമ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ അനാഥാലയങ്ങളിലൊക്കെ ഉപേക്ഷിക്കുന്ന പതിവുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടി കുടുംബങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അവരെ കുടുംബത്തിൽ തന്നെ അവരെ താമസിപ്പിച്ച് അവർക്ക് അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കുന്നൊരു ധനസഹായം, പ്രതിമാസം ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സ്നേഹപൂർവ്വം പദ്ധതി. സ്നേഹപൂർവ്വം എന്നുള്ളത് ആലോചിക്കുക. അച്ഛനോ അമ്മയോ ആരോ മരിച്ചുപോയി, കുട്ടീനെ നോക്കാനുള്ളൊരു കെൽപ്പ് ആ സമൂഹത്തിന്, ആ ഒരു ഫാമിലിക്കില്ല. ആ ഒരു സിറ്റുവേഷനിലാണ് ധനസഹായം ലഭിക്കുന്നത്. അപ്പോൾ അതാണ് എന്ത്? സ്നേഹപൂർവ്വം പദ്ധതി. നമ്മൾ അത്രയും സ്നേഹപൂർവ്വം അവരെ കാണണല്ലേ. അച്ഛനോ അമ്മയൊക്കെ മരിച്ചുപോയി, അപ്പോൾ അച്ഛനോ അമ്മയോ ആരെങ്കിലും സ്നേഹപൂർവ്വം പദ്ധതി. സ്നേഹസാന്ത്വനം റിപ്പീറ്റഡ്ലി ചോദിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്കീമാണ് സ്നേഹസാന്ത്വനം. എൻഡോസൾഫാൻ ദുരിതബാധിതരായി വൈകല്യം സംഭവിച്ചവർക്കും കിടപ്പിലായവർക്കൊക്കെ ധനസഹായം ചെയ്യുന്ന പരിപാടിയാണിത്. സ്നേഹസാന്ത്വനം ഇമ്പോർട്ടൻ്റ് ആണ്, റിപ്പീറ്റഡ്ലി ചോദിക്കുന്നതാണ്. സ്നേഹസാന്ത്വനം എൻഡോസൾഫാനുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ സ്നേഹപൂർവ്വം നോക്കി, സ്നേഹസാന്ത്വനം. ഇനി സ്നേഹസ്പർശം. സ്നേഹസ്പർശം ഇവിടെ ഒരു സ്കീം കൊടുത്തേക്കുന്നത് ആദിവാസി സ്ത്രീകളുടെ ക്ഷേമവും സുരക്ഷിതത്വവും ഉറപ്പാക്കുന്ന ഒരു പദ്ധതി ഉണ്ട്, സ്നേഹസ്പർശം. എക്സാംസിന് അത് ഉണ്ടെന്നുള്ളത് അറിഞ്ഞിരിക്കുക. കൂടുതലും ഇതാണ് ചോദിച്ചു കണ്ടേക്കുന്നത്, സ്നേഹസ്പർശമാണ് കൂടുതലും. ഇതും അറിഞ്ഞിരിക്കുക. ഇങ്ങനെ ചില സ്കീമുകളുടെ പേര് റിപ്പീറ്റ് ചെയ്ത് വരും. ചിലപ്പം ഒരു വകുപ്പ് നടത്തലാക്കുന്നതല്ല, അല്ലെങ്കിൽ ഒരു ജില്ലാതലം നടത്തുന്ന സ്കീം എന്നൊക്കെ പറഞ്ഞ് സെയിം പേരുകൾ പലതവണ നമ്മൾ പഠിക്കും. ഓക്കെ. സ്നേഹസ്പർശം എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഇതാണ്.
അപ്പോൾ ഇത് ആലോചിച്ചിരിക്കാൻ വേണ്ടിയിട്ട് സ്നേഹസ്പർശം, നമ്മൾ സ്നേഹത്തോടെ ഒരാൾ സ്പർശിക്കുകയാണ്, ഒരു സ്ത്രീനെ സ്പർശിക്കുകയാണ്, കല്യാണമൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, സ്നേഹത്തോടെ സ്പർശിക്കുമ്പോൾ എന്താവും, തെറ്റായ രീതിയിൽ അത് പോവും, പിന്നെ പ്രഗ്നൻ്റ് ആവും, കുഞ്ഞുങ്ങളുണ്ടാവും. അങ്ങനെ ഒരാളുടെ ഒരു റോങ് സ്പർശം കൊണ്ട്, സ്നേഹസ്പർശം ആണെന്ന് വിചാരിച്ചു, പക്ഷേ അതൊരു തെറ്റായ സ്പർശമായിരുന്നു. ചൂഷണത്തിന് വിധേയരായി അമ്മമാരാകുന്ന, അതായത് പ്ലാൻഡ് അല്ലാണ്ട് അങ്ങനെ പ്രഗ്നൻ്റ് ആവുന്ന അമ്മമാരാകുന്ന അവിവാഹിതർക്ക് ദൈനംദിന ജീവിതത്തിന് ആവശ്യമായ സാമ്പത്തിക സഹായം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള സാമൂഹ്യ നീതി വകുപ്പിൻ്റെ പദ്ധതിയാണിത്, സ്നേഹസ്പർശം. ഓക്കെ, സ്നേഹം കൊണ്ടായിരുന്നില്ല സ്പർശിച്ചത്, വേറെ ലക്ഷ്യം കൂടിയായിരുന്നു. അങ്ങനെ വെറുതെ കണക്ട് ചെയ്യാൻ വേണ്ടി ആലോചിക്കുക, സ്നേഹസ്പർശം പദ്ധതി. ഇനി സ്നേഹിത, അക്രമത്തിനിരയാകുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും ആവശ്യമായ സഹായം ലഭ്യമാക്കുന്നതിന് കുടുംബശ്രീ വഴി തുടങ്ങിയ അഭയകേന്ദ്രമാണ് സ്നേഹിത. ഓക്കെ, ഇനി സാന്ത്വനം പദ്ധതി, കിടപ്പിലായ രോഗികളെ വീടുകളിലെത്തി പരിചരിക്കുന്നതാണ് സാന്ത്വനം. കിടപ്പിലായ രോഗികളെ വീടുകളിലെത്തിയിട്ട് പരിചരിക്കുന്ന ചികിത്സാ പദ്ധതിയാണ് ഏത്, സാന്ത്വനം പദ്ധതി. പിന്നെയും ഒരുപാട് ഇവിടെ ഉണ്ട്. നമുക്കിവിടെ സ്പാർക്കിൻ്റെ ഫുൾ ഫോം ഒക്കെ എക്സാമിന് മുന്നേ ചോദിച്ചിട്ടുണ്ട്. സ്പാർക്ക് എന്ന് പറയുമ്പോൾ കേരള സർക്കാർ ജീവനക്കാരുടെ ശമ്പള വിതരണം, നമ്മളെ കുറച്ചും കൂടെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന കാര്യങ്ങളാണ് അല്ലേ. ശമ്പള വിതരണം, സർവീസ് കാര്യങ്ങൾ എന്നിവയ്ക്കായിട്ട് IT മിഷൻ തയ്യാറാക്കുന്നതാണ് സർവീസ് പേറോൾ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് റെപ്പോസിറ്ററി ഓഫ് കേരള. ഓക്കെ, പിന്നെ താലോലം പദ്ധതി എക്സാമുകൾക്ക് ചോദിക്കാറുള്ളൊരു പദ്ധതിയാണ്. 18 വയസ്സിനു താഴെ പ്രായമുള്ള കുട്ടികൾക്ക് ഹൃദയ സംബന്ധമായ രോഗങ്ങൾ, നാഡീരോഗങ്ങൾ, സെറിബ്രൽ പാൾസി, ഓട്ടിസം, അസ്ഥിവൈകല്യങ്ങൾ എന്നിവയ്ക്കും എൻഡോസൾഫാൻ രോഗബാധിതർക്കും ഡയാലിസിസ് ശസ്ത്രക്രിയ അടക്കമുള്ള ചികിത്സാ ചെലവ് ലഭ്യമാക്കുന്ന പദ്ധതിയാണ്. അതാണ് ഒരുപാട് ഉണ്ട്. താലോലം 18 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്കാണെന്ന് ആലോചിക്കുക. താലോലം കുട്ടികളാണല്ലോ താലോലം. ആരോഗ്യ കിരണവും ഇതുപോലത്തെ ഒരു പദ്ധതിയാണ്. അപ്പം ഏതാണോ ഓപ്ഷനിൽ ഉള്ളത്, രണ്ടും കൂടെ ഓപ്ഷനിൽ കാണാനില്ല, ഏതാണ് ക്വസ്റ്റ്യൻ അതിനനുസരിച്ചിട്ട് ആൻസറിൽ എഴുതാം. താലോലം. തൂവൽ സ്പർശം, സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അതിക്രമങ്ങൾ തടയാൻ ലക്ഷ്യമിട്ടുള്ള പദ്ധതിയാണ് തൂവൽ സ്പർശം. ഓക്കെ, അപ്പം ഞാനിത് ഷെയർ ചെയ്യാം. അപ്പോൾ ഒന്നുകൂടെ ഇതിനോടൊന്ന് ഈ ഡോക്യുമെൻ്റ് ഒന്ന് വായിക്കാം. കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ കണ്ടല്ലോ ഈ താലോലം, സ്നേഹപൂർവ്വം നമ്മൾ ആരെയാണ്, അച്ഛനോ അമ്മയോ ആരെങ്കിലുമൊക്കെ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള കുട്ടികളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് സ്നേഹപൂർവ്വം. അപ്പോൾ ആ രീതിയിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ നോക്കുക. ശ്രുതി തരംഗം, 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കോക്ലിയർ ഇംപ്ലാന്റേഷന് വേണ്ടിയിട്ടുള്ളതാണ് ശ്രുതി തരംഗം. ഓക്കെ, അപ്പോൾ ഇതെല്ലാം നമ്മൾ പറഞ്ഞതാണ്. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. പട്ടിക എന്നിവ പൊരുത്തപ്പെടുത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട് മാച്ച് ദ ഫോളോയിങ് ആണ് അടുത്ത ചോദ്യം. അപ്പോൾ നമുക്കിവിടെ മന്ദഹാസം പദ്ധതി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. BPL വിഭാഗത്തിലെ മുതിർന്ന പൗരന്മാർക്ക് പല്ലിൻ്റെ സെറ്റ് കൊടുക്കുന്ന പദ്ധതിയാണല്ലേ. എൻ്റെ ഏതാണ് 4 വരിക. അടുത്തത് സമന്വയ പരിപാടി. നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടിയിട്ടുള്ള പരിപാടിയാണല്ലേ. എഡ്യൂക്കേഷൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. എഡ്യൂക്കേഷൻ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് ചെയ്യുന്ന പരിപാടിയാണ് സമന്വയ. അതും നമ്മൾ നോക്കിയതാണ്. 5 ട്രാൻസ്ജെൻഡേഴ്സ് ആണ് വരുന്നത്. അഭയകിരണം പദ്ധതി എന്താണ്? നിരാലംബരായ വിധവകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. നമ്മൾ ആദ്യം നോക്കി, കിരൺ എന്ന് പറഞ്ഞിട്ടൊരു ഹസ്ബൻഡ് ഉണ്ടായിരുന്നു, മരിച്ചുപോയി. അപ്പോൾ അഭയായി പോയി, തന്നെയായി പോയി, വിധവയായിട്ട് പോയി എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അഭയകിരണം, നിരാലംബരായ വിധവകൾ. നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് സ്കീം ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്? ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് സ്കീം എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ A ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. പദ്ധതികളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഇപ്പോൾ എല്ലാം ഒരുമാതിരി കവർ ചെയ്തിട്ടുണ്ട്. സ്കൂൾ വിദ്യാർത്ഥികളിൽ ലഹരി ഉപയോഗം തടയുന്നതിനായിട്ട് സംസ്ഥാന എക്സസൈസ് വകുപ്പ് വിമുക്തിയുടെ നേതൃത്വത്തിൽ, വിമുക്തിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, വിമുക്തിയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഏത്? ഉണർവ്. ഏതാണ്? സ്കൂൾ വിദ്യാർത്ഥികളിൽ ലഹരി ഉപയോഗം തടയുന്നതിനായിട്ട് സംസ്ഥാന എക്സസൈസ് വിമുക്തിയുടെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന പദ്ധതിയാണ് ഉണർവ്. ഓക്കെ, ശ്രദ്ധിച്ച് പഠിച്ചു വയ്ക്കുക. കേരളത്തിൽ ശിശു മാതൃമരണ നിരക്കുകൾ കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായി നവജാത ശിശുക്കളിൽ നടത്തിവരുന്ന കോംപ്രഹെൻസീവ് ന്യൂ ബോൺ സ്ക്രീനിംഗ് പ്രോഗ്രാമാണ് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഏത് പേരിലാണ്? ശലഭം. ഇമ്പോർട്ടൻ്റ് ആണ്, ശലഭം. കേരളത്തിൽ ശിശു മാതൃമരണ നിരക്കുകൾ കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നവജാത ശിശുക്കളിൽ നടത്തിവരുന്ന കോംപ്രഹെൻസീവ് ന്യൂ ബോൺ സ്ക്രീനിംഗ് പ്രോഗ്രാമാണ് ശലഭം പദ്ധതി എന്നുള്ളത് അറിഞ്ഞിരിക്കുക.
ലിംഗാധിഷ്ഠിത അക്രമ സാമൂഹിക ദുരുപയോഗത്തിന് ഇരയായവർക്കുള്ള മെഡിക്കൽ പരിചരണം എന്ന വിഷയത്തിൽ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഭൂമിക. ഓക്കെ, ഭൂമിക. ലിംഗാധിഷ്ഠിത അക്രമ സാമൂഹിക ദുരുപയോഗത്തിന് ഇരയായവർക്കുള്ള മെഡിക്കൽ പരിചരണം എന്ന വിഷയത്തിലുള്ള പദ്ധതിയാണ് ഇത് ഭൂമിക പദ്ധതി. ഭൂമിക പദ്ധതി. ഇനി കേരളത്തിലെ മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് ഉന്നത പരീക്ഷകൾക്ക് സൗജന്യ പരിശീലനം നൽകുന്ന പദ്ധതിയാണ് ഏത്? നമുക്ക് ഓപ്ഷൻ എന്ന എലിമിനേഷനൊക്കെ യൂസ് ചെയ്തിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും. പിന്നെ മത്സ്യത്തൊഴിലാളികൾ എന്ന് പറയുമ്പോൾ തീരവുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും അല്ലേ, ആ രീതിയിൽ നമുക്ക് ആൻസറിലോട്ട് എത്താനായിട്ട് പറ്റും. ഓപ്ഷൻ എ വിദ്യാതീരമാണ് ഇവിടെ കറക്റ്റായിട്ടുള്ള ആൻസറായിട്ട് വരുന്നത്. മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവങ്ങൾ ദാനം ചെയ്യാനുള്ള സംസ്ഥാന ആരോഗ്യ വകുപ്പിലെ പദ്ധതിയാണ് ഏത്? മൃതസഞ്ജീവനി അല്ലേ, നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് മൃതസഞ്ജീവനി. കേരളത്തിൽ ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് തുടർ വിദ്യാഭ്യാസത്തിന് അവസരമൊരുക്കുന്ന സംസ്ഥാന സർക്കാർ പദ്ധതിയുടെ പേരാണ് സമന്വയ പദ്ധതി. നമ്മൾ ഇതിനോടകം പറഞ്ഞു കഴിഞ്ഞു. ഇതിലെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. വിദ്യാകിരണം, വിദ്യാജ്യോതി ഒക്കെ നമ്മൾ നോക്കി, സ്വാശ്രയ പദ്ധതി നോക്കി, വിദ്യാജ്യോതി പദ്ധതിയൊക്കെ നോക്കി, ഓപ്ഷനിലുള്ളതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. കോവിഡ് കാലത്ത് സാങ്കേതിക സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്തി വിക്ടേഴ്സ് ചാനൽ വഴിയും ഓൺലൈൻ മാധ്യമങ്ങൾ വഴിയും ക്ലാസുകൾ വീടുകളിൽ എത്തിച്ച പദ്ധതിയുടെ പേരാണ് ഏത്? ഫസ്റ്റ് ബെൽ അല്ലേ, ഫസ്റ്റ് ബെല്ലാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. മാരകമായ അസുഖങ്ങൾ കാരണം ദുരിതം അനുഭവിക്കുന്ന 18-ൽ താഴെ പ്രായമുള്ള കുട്ടികൾക്ക് ധനസഹായം നൽകുന്ന കേരളത്തിലെ പദ്ധതിയാണ് ഏത്? താലോലം പദ്ധതി. നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് താലോലം പദ്ധതി. ആയുർദളം എന്താണ്? എയ്ഡ്സിൻ്റെ ബോധവൽക്കരണമാണ് ആയുർദളം പദ്ധതി. മന്ദഹാസം, പല്ലുസെറ്റ്, ആർദ്രം സർക്കാർ ആശുപത്രികളും ഒക്കെ നവീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സമഗ്രമായിട്ടുള്ള ഒരു പദ്ധതിയാണ് ആർദ്രം സ്കീം. നവജാത ശിശുക്കളുടെ കേൾവി വൈകല്യം കണ്ടുപിടിച്ച് സൗജന്യ ചികിത്സ നൽകുന്നതിന് വേണ്ടിയിട്ട് കേരള സാമൂഹിക മിഷനും കേരള ആരോഗ്യ മിഷനും ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കാതോരം. കാതോരം പദ്ധതിയാണ്. കാതോരം പദ്ധതിയാണ്. ഓക്കെ, ശ്രുതി തരംഗം എന്ന് പറയുമ്പോൾ കോക്ലിയർ ഇംപ്ലാന്റേഷന് വേണ്ടിയിട്ടുള്ളതാണ്. 5 വയസ്സിൽ താഴെയുള്ളത്. ചോദ്യം ഏതാണ് അതിനനുസരിച്ചിട്ട് ആൻസർ എഴുതാം. ഹൃദയ സംബന്ധമായ തകരാറുകളുള്ള കുട്ടികൾക്ക് അടിയന്തര ശസ്ത്രക്രിയയും പരിചരണവും ലഭ്യമാക്കുന്ന കേരള സർക്കാരിൻ്റെ പദ്ധതിയാണ്. ഹൃദയ സംബന്ധമായ തകരാറുള്ള കുട്ടികൾക്കാണെങ്കിൽ ഹൃദ്യം പദ്ധതി. ഓക്കെ, അടിയന്തര ശസ്ത്രക്രിയയും പരിചരണവും ലഭ്യമാക്കുന്ന പദ്ധതിയാണ് ഏത്? ഹൃദ്യം പദ്ധതി. ഇതിലെ ഓപ്ഷനിലുള്ളതൊക്കെ നോട്ട് ചെയ്ത് വെക്കണം. നമ്മൾ ഓൾറെഡി പറഞ്ഞതുകൊണ്ടാണ് പിന്നെയും പറഞ്ഞു പോകാത്തത്. നഗരങ്ങളിൽ എത്തുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും സുരക്ഷിത താമസ സൗകര്യം ഒരുക്കുന്ന സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതിയാണ് എൻ്റെ കൂട്. നമ്മൾ പറഞ്ഞല്ലേ, വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റിൻ്റെ കീഴിൽ എൻ്റെ കൂട് പദ്ധതിയെക്കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞു. സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമുള്ള സംസ്ഥാന സർക്കാരിൻ്റെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് ഏത്? മെഡിസെപ്പ് പദ്ധതി. മെഡിസെപ്പ് പദ്ധതി. സംസ്ഥാനത്ത് അനീമിയ പൂർണ്ണമായും തുടച്ചു നീക്കുക എന്ന ലക്ഷ്യവുമായി ആരോഗ്യവകുപ്പ് നടപ്പിലാക്കുന്ന വിപുലമായിട്ടുള്ള പ്രചാരണ പരിപാടിയാണ് ഏത്? വിവാ കേരളം. വിവാ കേരളം. ഓപ്ഷൻ സി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. കേരളത്തിലെ ഭിന്നശേഷിക്കാരായ വ്യക്തികൾക്ക് നൽകുന്ന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി. എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്തു. ആ ബുള്ളറ്റിനത്തെ എല്ലാം എടുത്തെടുത്ത് പറയുന്നുണ്ട്. പിന്നെ ഒത്തിരി സമയം ആക്കിയിട്ട് നിങ്ങളെ ബോറോ അടുപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ആ ഡോക്യുമെൻ്റ് ഷെയർ ചെയ്യുമ്പോൾ നിർബന്ധമായിട്ടും വായിക്കുക. ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യൽ ഈ ഭാഗത്ത് നിന്ന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമുകളുടെ പ്രിപ്പറേഷനൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോയ്ക്ക് ലൈക്കും കമൻറ്റും ഷെയറും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ ഗുഡ് ഡേ.